രാത്രിക്കായി ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. First of all, we praise the Lord, for the Lord has brought us into the first evening of this gospel meeting. വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഈ മനോഹരമായ ഓഡിറ്റോറിയത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടുവാൻ ദൈവം ഇങ്ങനൊരു അവസരം കൂടെ തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. Once again, I thank the Lord, for the Lord has brought us to His presence and has given us this opportunity in this beautiful atmosphere, in this auditorium, to gather in the name of God. ഇതുവരെയും നമ്മൾ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുകയായിരുന്നു. So far, we have been experiencing the marvelous presence of God and taught in the presence of God. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപകളെ വാഴ്ത്തി പാടുന്നതിനും അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തിൽ സന്തോഷിക്കുവാനും ആത്മാവിൽ നിറയുവാനും ദൈവം നമ്മെ സഹായിച്ചു. In furtherance, the Lord has enabled us in order to sing songs of hope concerning Lord Jesus Christ and to get filled up with the Spirit of God. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം പങ്കിടുവാൻ ദൈവം നമ്മെ സഹായിക്കുകയുണ്ടായി. Again, the Lord has given the opportunity to be shared a testimony which narrated from utter darkness how the Lord has brought unto His marvelous light. തുടർന്ന് നല്ലവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടി ഇരിക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവ് തിരുവെഴുത്തിലൂടെ നമ്മോട് സംസാരിക്കുവാനും പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ട ഓരോരുത്തരും കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുവാൻ ദൈവനാമത്തിൽ താഴ്മയിട്ട് ഓർപ്പിക്കുന്നു. In furtherance, in the name of God, with all humility, let me beseech you that the presence of God should be with us. The Lord should deal with and speak with us through the word of God, for which we need to have the marvelous presence in our midst tonight. സംഭവബഹുലമായ ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. Today, we maintain our life that is noted for even full turning points. ലോകത്തിൻ്റെ സംഭവഗതികൾ ഓരോന്നും ഓരോ ദിവസം കഴിയും തോറും വളരെ മോശമായ നിലവാരത്തിൽ വഷളായിക്കൊണ്ട് വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. As days pass by, what we witness is all the events of the world take an aggravated turn. അതുകൊണ്ട് ഇതുപോലെയുള്ള സുവിശേഷ യോഗങ്ങളും ആത്മീയ കൂടിവരവുകൾ എത്ര നാൾ നമുക്ക് സ്വാതന്ത്ര്യമായി നടത്തുവാൻ കഴിയുമെന്ന് ഒരിക്കലും നമുക്ക് മുൻകൂട്ടി പറയുവാൻ കഴിയാത്ത ഒരു നിലവാരത്തിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുകയാകുന്നു. Therefore, the world is moving forward in a state in which nobody can predict in which fashion, how long this peaceful atmosphere shall pull through. അതുകൊണ്ട് ദൈവം നമ്മുടെ മുമ്പിൽ അനുവദിച്ചു തരുന്ന സമയം പരമാവധി പ്രയോജനപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെ അനുഭവിച്ചറിയുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Therefore, let me pray, may the Lord make use of us, to make use of this opportunity to the optimal level for the sake of the name of God, for our spiritual edification. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനോട് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. We are drawn much closer to the days which are coming to the close of the coming of the Lord. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും കടപ്പാടും. It is our obligation and duty, each one of us, to get ready for the coming of the Lord. ഇന്ന് രാത്രി ഈ വിഷയത്തെക്കുറിച്ച് തിരുവെഴുത്തിലൂടെ അല്പം ചില കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. Tonight, through the word of God on this subject, let us discuss a few things in the light of the scripture. പഴയ നിയമത്തിലെ ശക്തനായ ചെറിയ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു ആമോസ് പ്രവാചകൻ. Amos was one of the mighty prophets who was a minor prophet in the Old Testament. ആമോസ് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം വായിച്ചുകൊണ്ട് തിരുവെഴുത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകാം. Let us move on to the book of Amos, read chapter 4 verse number 12 and move deeper into the word of God. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. Therefore, thus will I do unto thee, O Israel, because I'll do this unto thee, prepare to meet thy God. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും സമൃദ്ധിയുടെയും ആഡംബരത്തിൻ്റെയും ഒരു കാലഘട്ടത്തിലാണ് ദൈവം പ്രവാചകനെ ആമോസിനെ എഴുന്നേൽപ്പിക്കുന്നത്. God raised up this prophet Amos in the dispensation of Israel, not upon prosperity and every kind of riches. യെരോബെയാം രണ്ടാമൻ ഇസ്രായേലിന്റെ രാജാവും ഉസിയാവ് യഹൂദയുടെ രാജാവുമായി വാഴുന്ന കാലഘട്ടം. King Jeroboam second was the king of Judah, and Uzziah was the king of Samaria. ഇസ്രായേലും യഹൂദയും ചുറ്റുമുള്ള സകല രാജ്യങ്ങളെയും കീഴ്പ്പെടുത്തി അവിടെ അതിർത്തികൾ വർദ്ധിപ്പിച്ച് സമൃദ്ധിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. Israel, Judea, they widened their countries and moving forward in all prosperity. എന്നാൽ ചുറ്റുപാടുള്ള ഈജിപ്തിലും അസീറിയ ആഭ്യന്തര കലാപങ്ങളിൽ നട്ടം തിരിയുന്നതായ ഒരവസ്ഥ. However, in the neighboring countries, Egypt and Assyria, full of civil wars
and the people were in a destroying state. ഇസ്രായേൽ യഹൂദ ദേശങ്ങളിലെ സമൃദ്ധി ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് അവർ കണ്ടു. ഇസ്രായേൽ മക്കൾ കണ്ടു. The people of Israel witnessed the prosperity in the land of Judah and Israel. എങ്കിലും അവർ ജീവനുള്ള ദൈവത്തെ വിട്ട് അന്യദൈവത്തിലേക്ക് തിരിഞ്ഞു പോകുവാനിടയായി തീർന്നു. However, leaving the true living God, they turned unto strange gods. യെരൂശലേമിലെ ദാനിലും ബഥേലിലും അവർ വിഗ്രഹ പ്രതിഷ്ഠകളെ നടത്തി അന്യദേവന്മാരെ സേവിക്കുവാൻ തുടങ്ങി. In Dan and Bethlehem, in Jerusalem, these people installed strange gods, started offering sacrifices unto them. അവർ യഹോവയുടെ ആരാധനയും ബാലിന്റെ ആരാധനയും പരസ്പരം ചേർത്ത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നതോടൊപ്പം ബാലിനെയും ആരാധിക്കുവാൻ തുടങ്ങി. Along with the worship of the true living God, they compacted the worship of Baal and the strange gods in connection with the same. അങ്ങനെ ആത്മീക മണ്ഡലം ദുഷിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലേക്ക് മാറ്റപ്പെടുവാനിടയായി തീർന്നു. The spiritual sphere got a demoralized state in those days. ആ കാലഘട്ടത്തിലെ സാമൂഹിക വ്യവസ്ഥയും വളരെ ദുഷിച്ച In നിലവാരത്തിലായിരുന്നു. those days, even the social status was in a degenerated state. ദാരിദ്ര്യനും സമ്പന്നം തമ്മിലുള്ള വിടവ് വർദ്ധിക്കുവാനിടയായി. The gap between the poor and the rich started widening. കോടതികളിൽ നീതി ന്യായവും മറിച്ചു കളയുവാൻ തുടങ്ങി. When courts, justice, righteousness got overthrown. ന്യായാധിപന്മാർ കൈക്കൂലി വാങ്ങി വിധി പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നു. Judges were bribed based on the bribery. They were giving the verdict. ദരിദ്രന്മാർക്ക് നീതി നിഷേധിക്കപ്പെടുവാൻ തുടങ്ങി. The poor were denied justice. സമ്പന്നന്മാർ ശീതകാലത്തിലും ഉഷ്ണകാലത്തിലും അവർക്ക് അനുയോജ്യമായ വീടുകളും അരമനകളും പണിത് അതിൽ പാർത്തു. During summer and winter, rich people built mansions in a prosperous fashion. They were dwelling there. അവർ ആനക്കൊമ്പുകൊണ്ടുള്ള കട്ടിലുകൾ പണിതു. They made a cot with ivory. അവർ പട്ടുകൊണ്ടുള്ള മെത്തകൾ ഉണ്ടാക്കി. They made mattresses with scarlet. അവർ വീഞ്ഞും മൃഷ്ടാന്ന ഭോജനവും കഴിച്ച് സുഖലോലുപരായി ജീവിച്ചു. They had delicious food and wine, leading a pleasant life. സമൂഹത്തിൽ ദരിദ്രരും എളിയവരും സ്ത്രീകളും പീഡിപ്പിക്കപ്പെടുവാൻ തുടങ്ങി. The poor, the impoverished, and the women were persecuted in the society. കച്ചവടക്കാർ കള്ളത്തുലാസിലൂടെ വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കി. The tradesmen through the false balances mercantile and made a great profit. ഗോതമ്പിനോട് പതിർ ചേർത്ത് അവർ വിൽക്കുവാൻ തുടങ്ങി. With the chaff they added barn and they started selling the same. സമൂഹത്തിൽ നീതി ന്യായവും നഷ്ടപ്പെട്ടു പോയ ഒരു കാലഘട്ടം. Justice, equity totally undone in the day. ഈ സന്ദർഭത്തിലാണ് ദൈവം തന്റെ പ്രവാചകനെ ആമോസിനെ എഴുന്നേൽപ്പിക്കുന്നത്. It is in this backdrop the Lord raised up Amos, his prophet. നമ്മുടെ ദൈവം നീതി ന്യായം ഇഷ്ടപ്പെടുന്നവനാണ്. Our God is delighted in justice and righteousness. അതുകൊണ്ട് ആമോസ് ഇസ്രായേൽ മക്കളെ നോക്കി പറയുകയാണ്, ദൈവം നിന്നോട് ഇത് ചെയ്യുവാൻ പോകുന്നു. Therefore Amos is looking at the people of Israel, telling, God is going to do this unto you. ആകയാൽ നീ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. Therefore prepare to meet thy God. ഇവിടെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന ആമോസിന്റെ പ്രവചനവാക്യത്തിന് രണ്ട് വശങ്ങളുള്ളതായി നമുക്ക് പഠിക്കാൻ സാധിക്കും. This prophetical statement of Amos, prepared to meet the God, has got twin sides. ഒന്നാമത് ഇത് ഇസ്രായേലിന് സംഭവിക്കാൻ പോകുന്ന ന്യായവിധിയിലേക്ക് വിരൽ ചൂണ്ടിക്കാണിക്കുകയാണ്. The first context that is fixed about the judgment that is impending for Israel. ഇസ്രായേലേ, നിന്റെ ജീവിതത്തിലെ അധർമ്മവും നിന്റെ ജീവിതത്തിലെ അശുദ്ധിയും നിന്റെ ജീവിതത്തിലെ അനീതിയും കണ്ടിട്ട് ന്യായം വിധിക്കുന്നവനായ ഒരു ദൈവം കടന്നു വരുന്നു. ആ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. Lo Israel, on seeing unrighteousness, iniquity, trespasses, behold the Lord is coming to execute judgment. Therefore prepare to meet thy God. രണ്ടാമത് ആമോസ് ഇസ്രായേൽ മക്കളോട് പറയുന്നു, ഇസ്രായേൽ മക്കളെ, നിങ്ങൾ ഈ അനീതിയും ഈ ദുഷ്കർമ്മങ്ങളും ഈ ലൗകിക ജീവിതത്തിന്റെ സുഖങ്ങളും വിട്ടിട്ട് മശിഹയെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുകയാണ്. Secondly, he is giving a note to warning the people of Israel, living this unrighteousness, iniquity. Come on, get you to meet the Lord who is coming soon as the Messiah. ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്തെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. We who are the people of God, in our life, this word of God is pointing out to the reason with which we have to ready to meet the Lord who is going to appear. പ്രവാചകൻ ഇന്ന് രാത്രി നമ്മോടും പറയുന്നു, നീ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. Tonight the prophet gives us a saying warning, prepare to meet thy God. ഇവിടെ ഒരുങ്ങിക്കൊള്ളുക എന്നൊരു പദം നമുക്ക് കാണുവാൻ സാധിക്കും. In this passage we come across the term prepare. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ വിവിധ നിലവാരത്തിലുള്ള ഒരുക്കങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. As we examine the word of God, we come to notice different kinds of preparation. തിരുവെഴുത്തിൽ നമ്മൾ പ്രധാനമായിട്ടും 4 വിധത്തിലുള്ള ഒരുക്കങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. Important in the scripture we come across 4 branches of preparation. ഒന്നാമത്, ഈ ലോകത്തിൽ വീണ്ടെടുക്കപ്പെട്ട ഭക്തന്മാരായ ദൈവമക്കൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ ആഗമനത്തിന് വേണ്ടി അവരെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. The first context, the redeemed people of God in this world, they are getting ready to meet the Lord who is going to appear to gather them.
രണ്ടാമത് ഈ ലോകം ഫലവിധമായ പ്രശ്നങ്ങളിൽ നട്ടം തിരിയുന്ന ഒരു അവസ്ഥയാണ്. Secondly, the world is in a topsy-turvy state because of the problems. ഈ ലോകം ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ കഴിവുള്ളതായ ഒരു മശിക, ഒരു രക്ഷകനെ ലോകം തേടിക്കൊണ്ടിരിക്കുകയാണ്. The world is in search of a redeemer, a Messiah who is able to liberate them from all the problems in the midst they are. ലോകം അവർക്കൊരു മശികയെ തേടിക്കൊണ്ടിരിക്കുന്നു. The world is searching its own redeemer. എന്ന് വെച്ചാൽ ഒരു എതിർ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. In other words, this world is preparing to meet Antichrist. ദൈവമക്കൾ ഭക്തന്മാർ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ The people of God, the godly, as they prepare to meet the Savior God, ലോകം എതിർ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ the ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. world is preparing to meet Antichrist. വീണ്ടും നമ്മൾ തിരുവെഴുത്തിലേക്ക് വരുമ്പോൾ Again, when we examine the word of God, ഈ ലോകത്തിൽ ദുഷ്ടന്മാരെയും പാപികളെയും എതിരേൽക്കുവാൻ വേണ്ടി പാതാളം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. hell is preparing itself in order to welcome the wicked and sinful people of the world. അതേസമയം തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ സ്വർഗം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. Meanwhile, on the other hand, heaven is preparing to receive the saints of God. ഇവിടെ 4 വിധത്തിലുള്ള ഒരുക്കങ്ങളെ കുറിച്ച് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ സാധിക്കും. Thus, from the word of God, we notice 4 branches of preparation. അന്ന് ഭക്തന്മാർ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. The first context, saints are getting ready for Lord Jesus Christ. 2, ലോകം എതിർ ക്രിസ്തുവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. Secondly, the world is preparing to meet Antichrist. പാതാളം ദുഷ്ടന്മാരെയും പാപികളെയും എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. Thirdly, hell is waiting to receive wicked and sinners. സ്വർഗം വീണ്ടെടുത്ത ഭക്തന്മാരെ സ്വീകരിപ്പാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. Finally, heaven is waiting to welcome the redeemed saints of God. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആലോചന കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, Tonight, beloved brothers and sisters, listening to the word of God, നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവാണ്. our hope is the second return of our Lord and Savior Jesus Christ. അത് ദൈവമക്കളുടെ പ്രത്യാശയും പ്രതീക്ഷയുമാണ് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് എന്ന് പറയുന്നത്. The second coming of Lord Jesus Christ is the hope and objective of the people of God. കർത്താവ് യേശുക്രിസ്തു മടങ്ങി വരുമെന്ന് കർത്താവ് തന്നെ തന്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ തിരുവായി മൊഴിഞ്ഞിട്ടുണ്ട്. During the lifetime of Lord Jesus Christ upon this planet of earth, he himself said that he would return. എബ്രായ ലേഖനം 9-28 വാക്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ, As we turn to Hebrews chapter 9 verse 28, കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് എന്തിനു വേണ്ടി എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. in clear terms it is mentioned as to the purpose with which the Lord is coming back. എബ്രായ ലേഖനം 9-28 വാക്യം വായിച്ചു. Let's read the same verse. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഒരിക്കൽ ലോകത്തിൽ മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ടു. Lord Jesus Christ appeared in this world once as a man. അന്ന് കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടത് അനേകരുടെ പാപങ്ങളെ ചുമക്കുവാനുള്ള ഒരു ദൈവത്തിന്റെ കുഞ്ഞാടായി അവൻ പ്രത്യക്ഷപ്പെട്ടു. In that context, Lord Jesus Christ appeared as a Lamb of God in order to bear the sins of mankind. അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ അവൻ അർപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടായി ലോകത്തിലേക്ക് കടന്നു വന്നു. As a lamb offered to bear the sins of mankind, Lord Jesus Christ for the first time paid a visit to the world. ഇനി ഒരിക്കൽ കൂടെ കർത്താവ് യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരും. Once again, Jesus will make his advent to the world. എന്തിനു വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു വീണ്ടും കടന്നു വരാൻ പോകുന്നത്? What for is he going to appear for the second time? തനിക്ക് വേണ്ടി ആകാംക്ഷയോടെ പാപം കൂടാതെ കാത്തു നിൽക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ യേശുക്രിസ്തു രണ്ടാമതും കടന്നു വരും. In order to gather the saints of God with all keenness, waiting for him without sin. ഒരിക്കൽ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാനാണ് യേശുക്രിസ്തു കടന്നു വന്നതെങ്കിൽ, In order to bring reparation unto our sins, if Lord Jesus Christ had come for the first time, ഇനി ഈ പാപം കൂടാതെ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തന്മാരെ ചേർക്കുവാൻ കർത്താവ് കടന്നു വരും. for the second time, the saints who are waiting without sin, to gather them, he is coming. അതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെയും സുവിശേഷത്തിന്റെയും പ്രത്യാശ എന്ന് പറഞ്ഞിരിക്കുന്നത്. That is the hope of Christian faith and the gospel. യേശുക്രിസ്തു ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. As a seed of David, Lord Jesus Christ was born, he lived, crucified, buried and rose up. അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് തിമോഥെയോസ് ലേഖനം എഴുതുമ്പോൾ ഇതാകുന്നു ഞങ്ങളുടെ സുവിശേഷം എന്ന് പറയുന്നു. Saint Paul, while writing epistle to Timothy, he says that this is our gospel. ദാവീദിന്റെ കുലത്തിൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അത് സുവിശേഷത്തിന്റെ അന്തസത്തയാകുന്നു. As the tribe of David, Lord Jesus Christ came to the world. He died, was buried, rose up. That is a substance of Christian mission. അപ്പോൾ തന്നെ സുവിശേഷത്തിൽ വലിയ പ്രത്യാശ അടങ്ങിയിരിക്കുന്നതായി കാണുവാൻ സാധിക്കും. Meanwhile, there's a mega hope latent in the gospel.
അത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവാണ്. That is the return of our Lord and Savior Jesus Christ. യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവ് ദൈവജനത്തിന്റെ സുവിശേഷത്തിന്റെ പ്രത്യാശയാകുന്നു. The second of our Lord Jesus Christ is the hope of the gospel of the people of God. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 1:23 വാക്യത്തിലേക്ക് വരുമ്പോൾ Wherefore, when we come to Colossians chapter 1 verse number 23, വിശുദ്ധ പൗലോസ് നമ്മെ ഓർപ്പിക്കുകയാണ്, Saint Paul reminds us, ആകാശത്തിന് കീഴിലുള്ള സകല സൃഷ്ടികളോടും ഉപദേശിച്ചും. this is preached unto all creations under the sun. പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും I, Paul, have become the missionary. നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശ എന്ന് ഇളകിപ്പോകാതെ ഉറപ്പുള്ളവരായി നിങ്ങൾ കാണപ്പെടണം. Be not moved, but settle the gospel which is preached unto you. എന്താണ് ആ സുവിശേഷത്തിന്റെ പ്രത്യാശ? What is the hope of that gospel? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവാണ് സുവിശേഷത്തിന്റെ പ്രത്യാശ. It is the second advent. Lord Jesus Christ is the hope of this gospel. കർത്താവ് യേശു ക്രിസ്തു മടങ്ങി വരുമോ? Lord Jesus Christ only come again. 2006 ജൂലൈ മാസത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് അമേരിക്കയിൽ ഒരു സർവേ നടത്തുവാനിടയെത്തി. In the month of July 2006, there was a survey conducted in the States of America. ആ സർവേയെ സംബന്ധിച്ച് 79% ആൾക്കാരും പറഞ്ഞു, അതെ യേശു ക്രിസ്തു മടങ്ങി വരുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. 79% of the people who partook in that survey opined, we believe Jesus Christ will return. അപ്പോൾ തന്നെ കർത്താവ് യേശു ക്രിസ്തു മടങ്ങി വരുന്നില്ല എന്ന് വരികില്ല എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. Meanwhile, there is a minority which believes Jesus will never return. കർത്താവ് യേശു ക്രിസ്തു മടങ്ങി വരും എന്ന് പറയുന്നതിന് പരിഹാസത്തോടെ കാണുന്നവരുമുണ്ട്. There are people who are mocking at the sense that Jesus is coming again. അപ്പോസ്തലൻ വിശുദ്ധ യൂദയുടെ ലേഖനം വായിക്കുമ്പോൾ അതും അന്ത്യകാലത്ത് സംഭവിക്കേണ്ടതാണ്. As you turn the epistle of Jude, this must also take place during the last days. അവന്റെ പ്രത്യക്ഷയുടെ വാഗ്ദത്തം എവിടെ എന്ന് ചോദിക്കുന്ന പരിഹാസികൾ അന്ത്യകാലത്ത് എഴുന്നേറ്റ് വരുമെന്നാണ് തിരുവെടുത്ത് പറഞ്ഞിരിക്കുന്നത്. The word of God says, during the last days there shall be the mockers who will say, where is the promise of the coming of the Lord? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലതും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് യേശു വരുന്നില്ല എന്ന് ചോദിക്കുന്ന പരിഹാസികൾ അന്ത്യകാലത്ത് എഴുന്നേറ്റ് വരും. Fathers, once they slept and passed away, things as had been in the beginning remain here. And where are these coming? People are asking in a mockerish manner. അതും കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ഒരു അടയാളമായിട്ടാണ് തിരുവെടുത്ത് പറഞ്ഞിരിക്കുന്നത്. The word of God consider that as a sign of the coming of the Lord. കർത്താവ് യേശു ക്രിസ്തു വരത്തില്ല എന്ന് വിശ്വസിക്കുന്നതും, There are people who believe Jesus will never come again. അവന്റെ പ്രത്യക്ഷയുടെ വാഗ്ദത്തം എവിടെയെന്ന് ചോദിക്കുന്ന പരിഹാസികൾ ഉണ്ടാകുന്നതും അവന്റെ വരവിന്റെ ലക്ഷണമാകും. Mockers who will ask, which is the promise of the coming of the Lord? These are the signs of the coming of the Lord. എന്തുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു വീണ്ടും മടങ്ങി വരുമെന്ന് ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ, In clear terms, why I do believe Lord Jesus Christ shall come again. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയെക്കുറിച്ച് മോശയോട് ന്യായപ്രമാണത്തിൽ ദൈവം ആദ്യമായിട്ട് അരുളി ചെയ്യുന്നത് BC 1423 In BC 1423, for the first day about the coming of Lord Jesus Christ, in the book of the law of Moses, it was mentioned to thee. അത് ആവർത്തന പുസ്തകം 18 18 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. Deuteronomy chapter 18 verse number 18 speaks about it. നിന്നെ പോലെ പ്രവാചകനെ ഞാൻ നിന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. Among your people I will raise up a prophet like you. എന്റെ വചനങ്ങളെ ഞാൻ അവന്റെ ഉള്ളിലാക്കും. I will put my words in his mind. എന്റെ നാമത്തിൽ അവൻ നിങ്ങളോട് പറയുന്ന വചനങ്ങളൊക്കെ നിങ്ങൾ അനുസരിക്കണം. All the words which I preach unto you in my name ye must obey. അവൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ ആരെങ്കിലും അനുസരിക്കാതിരുന്നാൽ ഞാൻ അവനോട് ചോദിക്കും. If anybody does not hearken to him, I will ask him. അപ്പോൾ മോശയോട് ഒരു മശിഹയുടെ ആഗമനത്തെക്കുറിച്ച് ദൈവം അരുളപ്പാട് കൊടുക്കുകയാണ്. Therefore God is speaking the word unto Moses about the arrival of a redeemer. ഈ അരുളപ്പാട് മോശയ്ക്ക് കൊടുത്തിട്ട് This word was given to Moses 1420 വർഷം കഴിഞ്ഞിട്ടാണ് ആ പ്രവചനം നിവർത്തിക്കപ്പെട്ടത്. after 1420 years only this prophecy got fulfilled. യേശുക്രിസ്തു ലോകത്തിൽ ജനിക്കുമെന്നുള്ള പ്രവചനം മോശയ്ക്ക് കൊടുത്തിട്ട് 1420 വർഷം കഴിഞ്ഞിട്ടാണ് യേശുക്രിസ്തു ലോകത്തിൽ ജഡത്തിൽ ജനിച്ചത് എങ്കിൽ The prophecy was given to Moses that Jesus Christ would come to the world, that realized only after 1420 years after. If that being so, കർത്താവ് യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചുവെന്നും ഈ ലോകത്തിൽ സഞ്ചരിച്ചുവെന്നും യേശുക്രിസ്തു മരിച്ചുവെന്നും അടക്കപ്പെട്ടു എന്നുള്ളതിനും ചരിത്രം സാക്ഷ്യമുള്ളതാണെന്നുണ്ടെങ്കിൽ, if history bears a testimony, Lord Jesus Christ came to the world, lived in this world, he was crucified, buried and rose up.
കർത്താവ് യേശുക്രിസ്തു മടങ്ങി വരുമെന്നുള്ള പ്രവചനം നിവർത്തിക്കപ്പെടും. The prophecy he will come again will be fulfilled. എന്തുകൊണ്ട് നിവർത്തിക്കപ്പെടും നമ്മൾ വിശ്വസിക്കുന്നു? Why do we believe it shall be fulfilled? ഈ പ്രവചനം പറഞ്ഞിട്ടും ഏതാണ്ട് 1900 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. Even after making this prophecy, 1100 years passed by. അത് മാത്രമല്ല, കർത്താവ് യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിന്റെ 100 മടങ്ങ് പ്രവചനം തന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് തിരുവെഴുത്തിൽ പറയുന്നുണ്ട്. Moreover, concerning the second coming of Lord Jesus Christ, even 100-fold more prophecies are made than even the first arrival of Lord Jesus Christ. കർത്താവ് യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയെ കുറിച്ചുള്ള പ്രവചനം നിവർത്തിക്കപ്പെടുന്ന ചരിത്രം സാക്ഷിയാണെങ്കിൽ നിശ്ചയമായിട്ട് അവന്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള പ്രവചനം നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. If history bears a record and testimony about the first advent of Lord Jesus Christ 100-fold, about the second advent also, it is going to take place without an iota of doubt. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് വീണ്ടും വരുന്നത്? What for is our Lord Jesus Christ coming again? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കർത്താവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷത പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയായിരുന്നു. As I already mentioned, the Lord came for the first time not to bring forth reparation for the sins of man. ഇന്ന് ഈ ആധുനിക ലോകം നേരിടുന്ന സകല പ്രശ്നങ്ങളുടെ അടിസ്ഥാന പ്രശ്നം പാപമാണ്. Even today, sin is the fundamental reason for all the problems the present world is encountering. നമ്മുടെ സമൂഹത്തിലേക്ക് നമുക്കൊന്ന് കണ്ണുകൾ ഓടിച്ചാട്ടെ. And let us focus our attention onto the society. നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്ന തിന്മകളുടെ അടിസ്ഥാന കാരണം എന്താണ്? What is the basic reason for the evils which are prevalent in the society today? മനുഷ്യന് മദ്യാസക്തി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. മദ്യാസക്തി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. Drunken nature is multiplying in man. പത്രങ്ങളിൽ കഞ്ചാവ് വേട്ടയെ കുറിച്ചുള്ള വാർത്തകൾ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നു. We read about the raid of opium in the daily is plenty. യൗവനക്കാർ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Youngsters are addicted to drugs. പട്ടണങ്ങൾ തോറും ലഹരി പാർട്ടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. Among the cities, these opium parties are conducted. ദുർനടപ്പ് അഴിമതിയും സമൂഹത്തിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നു. Fornication, adultery has become part of the society. എന്തിന് കുട്ടികളിലെ പോലെ അതിക്രമങ്ങൾ To വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. say this wild activities are multiplying even in the children. ലൈംഗിക വൈകൃതങ്ങൾക്ക് സമൂഹം അടിമപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. Sexual violence the society is prone to. ആത്മഹത്യ സമൂഹത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു. Suicide is looming large in the society. കൊലപാതകങ്ങളും കൊട്ടേഷൻ പ്രവർത്തനങ്ങളും സമൂഹത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. Murders, quotation operations are multiplying in the society. സമരവും ആക്രമണങ്ങളും സമൂഹത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. Violence, perpetration of violence, this and vandalism multiplying. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്താണ്? What is the force, driving force behind everything? മനുഷ്യനെ മദ്യത്തിന് അടിമയാക്കി തീർക്കുന്ന ശക്തി The ഏതാണ്? power which enslaves man unto drunkenness, what is it? അവനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ശക്തി ഏതാണ്? What's the force driving man unto the commission of suicide? അവനെ ഒരു കൊലപാതകയാക്കി തീർക്കുന്ന ശക്തി ഏതാണ്? What's the force making man a murderer? ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്ന സകല ദുഷ്പ്രവൃത്തികളുടെയും കാരണം അടിസ്ഥാനപരമായ കാരണം പാപമാണ്. The fundamental basic reason for the activity of the society is sin. മനുഷ്യന്റെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ലോകത്തിലെ മനുഷ്യർക്ക് കഴിഞ്ഞേക്കാം. Perhaps under the sun, human beings might effect a solution to the burning issues of man. പക്ഷേ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ലോകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ടും സാധിക്കത്തില്ല. Under the sun, no human being can effect a solution to the sin of man. 1941 ആഗസ്റ്റ് മാസം 14-ാം തീയതിയാണ് അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത്. In 1941, August 14, Atlantic Charter was packed. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ അവസാന ഭാഗത്തേക്ക് വന്നപ്പോൾ And came to the second phase of the Second World War. അമേരിക്കൻ പ്രസിഡന്റ് തിയോഡർ റൂസ്വെൽറ്റും American President Theodore Roosevelt, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൽസൺ ചർച്ചിലും British Prime Minister Winston Churchill, അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലൂടെ ഒഴുകുന്ന ഒരു കപ്പൽ വെച്ചൊരു ചാർട്ടർ ഒപ്പുവെച്ചു. it is the flowing ship in Atlantic Ocean. They kept a chart and made a pact. അറ്റ്ലാന്റിക് ചാർട്ടർ 4 വിഷയങ്ങളായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. That chapter has got 4 important things therein. ഒന്ന്, മനുഷ്യന് ദാരിദ്ര്യത്തിൽ നിന്ന് വിമോചനം ഉണ്ടാവും. First, there must be redemption from the poverty of man. രണ്ടാമത്, മനുഷ്യന് ഭയത്തിൽ നിന്ന് വിടുതൽ ഉണ്ടാവണം. Second, there must be deliverance from fear of man. മൂന്നാമത്, മനുഷ്യന് ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. Third, he must be given freedom and worship. നാലാമത്, മനുഷ്യന് അഭിപ്രായത്തിലുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും. Fourthly, he must have the right and expression. അതിനുവേണ്ടിയാണ് അറ്റ്ലാന്റിക് ചാർട്ടർ അവർ ഒപ്പുവെച്ചത്. For the same purpose, they pacted Atlantic Charter. ലോകത്തിന്റെ മഹാന്മാരെ 2 നേതാക്കന്മാർ. The outstanding person is the world, importantly 2 people. പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവരെ കൊണ്ടും സാധിക്കുന്നില്ല. They were not able to effect remedy to the sins of man. ദാരിദ്ര്യത്തിനും ഭയത്തിനും ആരാധനയ്ക്കും അഭിപ്രായത്തിനുമുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരു സൊല്യൂഷൻ അവിടെ പക്കൽ ഉണ്ടായിരുന്നില്ല. People who are surviving and staying for effective measure for this sin, for poverty,
and for freedom of expression and worship, they are not able to find a solution to bring reparation for the sins of man. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Fellow brethren, listening to me, ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറത്ത് 2000 years ago, ദൈവത്തിന്റെ പുത്രനെ ക്രിസ്തു Lord Jesus Christ, the Son of Man, മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് came down to the world taking the human form. താൻ ക്രൂശിൽ ചൊരിഞ്ഞ തന്റെ നിർദോഷമായ നിഷ്കളങ്കമായ രക്തം മുഖാന്തരം By his immaculate blood trickled on the cross of Calvary. മാനവജാതിയുടെ പാപത്തിന് എന്നേക്കുമായി പരിഹാരം വരുത്തും. Forever he brought forth ransom to the sins of man. ഇന്ന് രാത്രിക്കാലം ഇവിടെ ഞാൻ നിങ്ങളും വന്നിരിക്കുമ്പോൾ Tonight, as you gathered in the presence of God, ഓ കർത്താവ് യേശുസ് കാൽവരി ചൊരിഞ്ഞ രക്തത്താൽ നമ്മുടെ പാപത്തിന്റെ വിടുതൽ നമ്മൾ അനുഭവിച്ചവരാണ്. by the blood of Lord Jesus Christ shed on the cross of Calvary, we got deliverance from our sins. ഞാൻ മുമ്പേ ഒരു വലിയ ലിസ്റ്റ് പാപത്തിന്റെ പട്ടികയെക്കുറിച്ച് പറഞ്ഞില്ല. Introductorily, I mentioned a catalog of sins. ഒരു കാലത്ത് ഒരുപക്ഷെ നാം ആ നിലവാരത്തിലൊക്കെ ജീവിച്ചവരായിരുന്നിരിക്കാം. Perhaps in the time past, we might have followed the same thing. അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഒരു പ്രത്യേക വിഷയം പറയുന്നുണ്ട്. Saint Paul, while writing epistle to Corinthians, he specifies one thing. 1 കൊരിന്ത്യർ 6 അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ Coming to 1 Corinthians chapter 6, verse number 9 onwards, അതിന്റെ 11 വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ പൗലോസ് ഓർപ്പിക്കുകയാണ്. up to verse number 11, Saint Paul reminds thee, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. know ye not, the unrighteous shall never inherit the kingdom of God. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. Do not deceive yourselves, ദുർനടപ്പുകാർ, fornicators, വിഗ്രഹാരാധികൾ, idolaters, വ്യഭിചാരികൾ, adulterers, സ്വയഭോഗികൾ, effeminate, പുരുഷകാമികൾ, abusers, കള്ളന്മാർ, thieves, അത്യാഗ്രഹികൾ, covetous, മദ്യപാനികൾ, drunkards, ഭാവിഷ്ഠാണക്കാർ, revelers, പഠിച്ചുപറിക്കാർ, extortioners, ഇവരാരും ദൈവരാജ്യം അവകാശമാക്കിയില്ല. none shall inherit the kingdom of God. ഇത് പറഞ്ഞിട്ട് വീണ്ടും പൗലോസ് പറയാണ്, Telling this, he adds, നിങ്ങളും ചിലർ ഈ വഹക്കാരായിരുന്നു. some of you were of such nature. ഓ ആ വാക്യത്തിന്റെ അർത്ഥവ്യാപ്തി ഞങ്ങൾ ചിന്തിച്ചോട്ടെ. നിങ്ങളും ചിലർ ഈ വഹക്കാരായിരുന്നു. Understand the profundity of the word of God. Some of you were of such nature. എങ്കിലും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലും However, in the name of Lord and Savior Jesus Christ, നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നമ്മളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. by the Spirit of the Lord, we have been washed, sanctified, and justified. ഇന്ന് രാത്രി അഭിശുദ്ധീകരിക്കപ്പെട്ട ദൈവമക്കൾ ശക്തിയോടെ കരങ്ങളെടുത്ത് ഹല്ലേലൂയ മുഴക്കിയാട്ടെ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, Beloved brothers and sisters, listening to me, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കാൽവരിയിലെ പാപപരിഹാരത്താൽ നമ്മുടെ അതിക്രമങ്ങൾക്കും പാപങ്ങൾക്കും പ്രായശ്ചിത്തം വരുത്തി. by the sacrifice of the Lord Jesus Christ on the cross of Calvary, ഒരു he കാലത്ത് brought forth atonement to all our sins and trespasses. മുമ്പേ നാം ഈ വഹക്കാരായി The ജീവിച്ചവരായിരുന്നു. time past, we were of such nature. ഒരു കാലത്ത് നാം The ഇരുളായിരുന്നു. time past, we were in darkness. ജനമല്ലാത്തവരായി We ജീവിച്ചവരായിരുന്നു. were aliens to the presence of God. ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു. We were without God in the world. ക്രിസ്തുവിനെ കൂടാതെ ജീവിച്ചവരായിരുന്നു. We led a life without Christ. പ്രത്യാശയില്ലാത്തവരായിരുന്നു. We were devoid of hope. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായി We ജീവിച്ചവരായിരുന്നു. were dead to sins and trespasses. ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് ജീവിച്ചവരായിരുന്നു. We were running after the course of this world. ഇന്ന് അനുസരണക്കേടിന്റെ മക്കൾ വ്യാപരിക്കുന്ന ആത്മാവിന് അടിമപ്പെട്ട് ജീവിച്ചവരായിരുന്നു. We were enslaved to the spirit of disobedience which is prevalent in the present generation. കരുണാസമ്പന്നനായ ദൈവമോ, The Lord, rich in His mercy, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം by the matchless love with which He loved അവൻ us, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് by the blood shed on the cross of അവൻ നമ്മെ Calvary, തന്നെ കഴുകി we washed ഓ ourselves. നമ്മെ ശുദ്ധീകരിച്ചു We are വിശുദ്ധീകരിച്ചിരിക്കുന്നു. sanctified and justified. ഓ പ്രിയാടിയ മക്കൾ, നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്. Beloved people of God, we are the most privileged. അവിടെ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും, Only we can testify. കർത്താവ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട യഥാർത്ഥ ദൈവവൈതലനെ You are a real child of God who has been redeemed by the blood of Lord Jesus Christ. ഒരിക്കലും ഒരു മദ്യശാലയിൽ കാണാൻ സാധിക്കത്തില്ല. He cannot be seen in a drunken shop. വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലനെ ഡാൻസ് ബാറിൽ കാണാൻ The സാധിക്കത്തില്ല. redeemed child of God cannot be seen in a dance parlor. ലഹരി പാർട്ടിക്കകത്ത് കാണാൻ സാധിക്കത്തില്ല. He cannot be seen in the drunken party. സിനിമാശാലയിൽ കാണാൻ സാധിക്കത്തില്ല. He cannot be seen in the matinee home. കൊട്ടേഷൻ ടീമിൽ കാണുവാൻ സാധിക്കത്തില്ല. He cannot be seen in the quotation team. അഴിമതിക്കാട് കൂട്ടത്തിൽ കാണുവാൻ സാധിക്കത്തില്ല. He cannot be seen in the group of the extortioners. ഒരു കാലത്ത് നാം ആവക്കാരൊക്കെ In ആയിരുന്നു. the time past, we are of such nature. ഓ ഇപ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. Now we have been sanctified. ഇപ്പോൾ നമ്മൾ We നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. have been justified now. യേശുവിന്റെ രക്തം നമ്മെ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തിരിക്കുന്നു. Lord Jesus has translated us into the people of God. കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ വന്നതിന് മറ്റൊരു ഉദ്ദേശവും കൂടി ഉണ്ടായിരുന്നു. There is another purpose with which Lord Jesus Christ came to the world. ഒരു വിശുദ്ധ സഭയെ ഉരുവാക്കിയെടുക്കുക. You not to form a holy church. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ As you turn to Acts Apostle chapter 20, verse 28.
28. വിശുദ്ധ പൗലോസ് പറയുകയാണ്, Saint Paul says, യേശു തന്റെ രക്തം ക്രൂശിൽ ചൊരിഞ്ഞത് ഒരു സഭയെ ഉരുവാക്കി എടുക്കുവാനായിരുന്നു. Lord Jesus Christ shed his blood on the cross in order to culminate a church. അപ്പോസ്തലപ്രവൃത്തി 20:28 വാക്യം Acts വായിച്ചാൽ chapter 20 verse 28. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ നോക്കുക, മേയ്പ്പാൻ ഇവിടെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭ എന്നൊരു വാക്യം നമുക്ക് കാണുവാൻ സാധിക്കും. Church of God purchased by his own blood. ലോകത്തിൽ അനേക സഭകൾ കണ്ടേക്കാം. There are many denominations in the world. കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ തന്റെ രക്തം ചൊരിഞ്ഞത് The Lord Jesus Christ shed his blood on Calvary ഒരു പരിശുദ്ധ സഭയെ ഉരുവാക്കി എടുക്കുവാൻ വേണ്ടി. in order to form a holy church. എന്താണ് കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ് സമ്പാദിച്ച സഭയുടെ പ്രത്യേകത? What is the special of the church? Lord Jesus Christ won on the cross of Calvary by Apostle- shedding his blood. അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് എഫേസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ Saint Paul will write to the church of Ephesians, എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, chapter 5, verse number 26. He adds, അവൻ അവളെ he went to her, ഇവിടെ അവനെന്ന് പറയുമ്പോൾ ക്രിസ്തു, he, Lord Jesus Christ, അവളെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സഭ. she, the church of God. അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്തിൽ വെടിപ്പാക്കി വിശദീകരിക്കേണ്ടതിനും He made sanctify, cleanse with the washing of the water, കറ ചുളുക്കമൊന്നുമില്ലാതെ without spot or wrinkle, any such thing, ശുദ്ധയും നിഷ്കളങ്കയുമായി to make it holy and without blemish, ഒരു സഭയെ തേജസ്സോടെ തന്റെ മുൻപിൽ നിർത്തേണ്ടതിനും to present the church in all glory before him. സ്വയം അവൾക്ക് വേണ്ടി തന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു. He poured out his life unto herself. കർത്താവ് സ്വയം കാൽവരിയിൽ തന്റെ ജീവനെ അർപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? What for the Lord Jesus Christ poured out his life on the cross of Calvary? കറയും ചുളുക്കമില്ലാത്തൊരു സഭയ്ക്ക് വേണ്ടി, For a church without a spot or wrinkle. ശുദ്ധയും നിഷ്കളങ്കയുമായ ഒരു സഭയ്ക്ക് വേണ്ടി, For a church holy without blemish. തേജസ്സോടെ തന്റെ മുമ്പിൽ കൊണ്ട് നിർത്തുവാൻ കഴിയുന്ന ഒരു സഭയ്ക്ക് വേണ്ടി, A church that can be presented before him in all glory. ഒരു പരിശുദ്ധ സഭയെ ഉരുവാക്കിയെടുക്കുവാനാണ് യേശു കാൽവരിയിൽ മരിച്ചത്. In order to form a holy church, Lord Jesus Christ died on the cross of Calvary. സഭ എന്ന് പറയുമ്പോൾ ഗ്രീക്കിൽ എക്ലീസിയ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. For the church, the Greek word is ecclesia. എക്ലീസിയ എന്ന് പറയുമ്പോൾ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. Ecclesia means the band of the people called and separated. ലോക സ്ഥാപനം മുമ്പേ കർത്താവ് മുൻകണ്ട് വിളിച്ചു വേർതിരിക്കപ്പെട്ടതാണ് എക്ലീസിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. Ecclesia is a band of people Lord Jesus Christ foreordained before the foundation of the world, called and separated. ഇന്ന് ക്രിസ്ത്യാനിറ്റി എന്ന് പേര് പല കോൺഗ്രിഗേഷൻസ് ലോകത്തിൽ ഉണ്ടായിരിക്കാം. Today, in the name of Christianity, plenty of congregations might be in the world. പക്ഷെ കോൺഗ്രിഗേഷൻ ഒരിക്കലും എക്ലീസിയ ആവുന്നില്ല. Congregation never becomes ecclesia. കോൺഗ്രിഗേഷൻ എന്ന് പറയുമ്പോൾ കൂടിവരവ് മാത്രമാണ്. Congregation means getting together. കർത്താവ് ഒരു കൂടിവരവിന് വേണ്ടിയല്ല തന്റെ ജീവനെ കൊടുത്തത്. Lord Jesus Christ did not suffer for a gathering. ഒരു എക്ലീസിയ ഉരുവാക്കി എടുക്കുവാൻ വേണ്ടി, He not to culminate an ecclesia. വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ ഒരു സമൂഹത്തെ, It is a band of the called and separated. ഈ എക്ലീസിയ അതാ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ സമൂഹത്തിനെ This ecclesia are the band of the called and separated. കർത്താവ് യേശു ക്രിസ്തുവിന്റെ മണവാട്ടി എന്നാണ് തിരുവെടുത്ത് പറഞ്ഞിരിക്കുന്നത്. The word of God subscribes the bride of Christ. യേശു ക്രിസ്തുവിന്റെ കാന്ത, It is the wife of Christ. സ്വന്തം രക്തത്താൽ ഒരു മണവാട്ടിയെ കർത്താവ് യേശു ക്രിസ്തു ഉരുവാക്കിയെടുത്തു. Lord Jesus Christ formed by his own blood your church. എന്തൊക്കെ നാൾ വന്നപ്പോൾ On the day of Pentecost, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മരിച്ചു, Lord Jesus Christ died, അടക്കപ്പെട്ടു, buried, ഉയർത്തെഴുന്നേറ്റു, rose up, 40 ദിവസം ഈ ലോകത്തിൽ ജീവിച്ചു, 40 days lived in this world, അനേകർക്ക് പ്രത്യക്ഷനായി, appeared to many, താൻ ജീവിക്കുന്നു എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കാണിച്ചു, testified still he was alive, ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ഒലിവുമലയിലേക്ക് കടന്നു വന്നു, had been accompanied with the disciples, moved on to Mount Olive. അവരോട് ഒരു വാക്ക് പറഞ്ഞു, He told them one thing, ഞാൻ പോവുകയാണ്, I'm going. നിങ്ങൾ യെരൂശലേം നഗരം വിട്ടു പോകരുത്, Do not depart from Jerusalem. ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് കയറി പോവുകയാണ്, I must send into the presence of the Father. ഞാൻ പിതാവിനോട് ചോദിക്കും, I will ask my Father. പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ അയച്ചു തരും, I'll send upon you the Holy Spirit. അതുവരെയും നിങ്ങൾ ഈ നഗരത്തിൽ തന്നെ പാർത്തുകൊണ്ട്. Till then tarry in the city. ഇത് പറഞ്ഞിട്ട് അവസാനമായി ശിഷ്യന്മാരെ വിളിച്ച് ഒരു നിർദ്ദേശം കൊടുത്തു. After telling so, he collected the disciples, gave one note to caution. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എന്റെ പിതാവ് എനിക്ക് All തന്നിട്ടുണ്ട്, power in heaven and on earth had been given to me by the Father. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയിക്കൊള്ളുവിൻ, Therefore depart, ലോകത്തുള്ള സകല ജാതികളോടും ഈ സത്യസുവിശേഷം അറിയിച്ചുകൊള്ളുവിൻ, preach in all nations this is the true gospel. വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിക്കൊള്ളുവിൻ, Those who believe, baptize in the name of the Father, നിങ്ങൾ the Son, and the Holy Ghost. നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുവിൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ, Cast out the demons, heal the sick. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ. Long
till the end of the world, I'll be with you. ഇത് പറഞ്ഞിട്ട് കർത്താവ് കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. Telling this, the Lord lifted his hands and blessed them. അവന്റെ പുണ്യപാദങ്ങൾ എലുവലിയുമായിട്ടുള്ള ബന്ധം വിടർത്തി. His holy faith got departed from Mount Olive. കർത്താവ് ആകാശമേഘങ്ങളിലേക്ക് മെല്ലവേ പറന്നു വരുവാൻ. Lord Jesus Christ lifted it on the clouds. ശിഷ്യന്മാർ കണ്ണുപറിക്കാതെ മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ്. Disciples are gazing on the sky. ഒരു മേഘം വന്നവനെ മൂടി. A cloud came and hid him. പിന്നെ അവനെ കണ്ടില്ല. He was no more. പ്രിയ സഹോദരി സഹോദരന്മാരെ, Beloved brothers and sisters, ശിഷ്യന്മാർ മടങ്ങി യെരുശലേമിലേക്ക് കടന്നു വന്നു. disciples came back to Jerusalem. യേശുവിനോട് കൂടെ അന്ത്യത്താഴം കഴിച്ച മുറിയിൽ അവരിന്ന് പ്രാർത്ഥിക്കുകയാണ്. And they were dwelling in the room in which they spent the time, the supper with Jesus Christ, and engaged in prayer. ഏകദേശം 120 പേരുടെ സംഘം. A band of 120 people. ആ സംഘത്തിൽ യേശുവിന്റെ അമ്മയുണ്ട്. The mother of Jesus were in the company. യേശുവിന്റെ സഹോദരന്മാരുണ്ട്. The brothers of Jesus were there. യേശുവിനെ പിൻഗമിച്ച വിശുദ്ധ സ്ത്രീകളുണ്ട്. The holy women followed Jesus were there. യേശുവിന്റെ ശിഷ്യന്മാരുണ്ട്. Disciples of Jesus had been അവർ there. ഇങ്ങനെ ഉപവസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ As they went on fasting and praying, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റന്റെ 50ാമത്തെ ദിവസം, on the 50th day of the resurrection of Jesus, യഹൂദന്മാരുടെ യെരുശലേം ദേവാലയത്തിൽ പെന്തക്കോസ്തി പെരുന്നാൾ ആചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, when the Pentecost festival was observed in Jerusalem among the Jews, ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന മുറിയിലേക്ക് പെട്ടെന്നൊരു മുഴക്കമുണ്ടായി. the room in which the people of God were praying, a great thunderous voice echoed. ആകാശത്ത് കൊടുങ്കാറ്റടിക്കുന്ന പോലൊരു മുഴക്കമുണ്ടായി. Like a storm lashing in the sky, there is a great aroma. ആ മുഴക്കം വന്ന് ഇവർ പാർത്തിരുന്ന വീടിന് മുഴുവനും നിറയ്ക്കുവാനിടയെ തീർന്നു. That is sound filled the entire room in which they were praying. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. Cloven tongues, fiery tongues came upon them. അവരുടെ നാവിലൂടെ അവർ അന്യഭാഷകൾ സംസാരിക്കുവാൻ തുടങ്ങി. They started talking in tongues. അവർ ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷകൾ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് സന്തോഷിക്കുവാൻ തുടങ്ങി. They started getting filled with the Spirit of God and started talking in tongues and speaking with God. ഇവർ ആരാധിക്കുന്ന ശബ്ദം യെരുശലേം ദേവാലയത്തിൽ കേട്ടു. The worshiping voice ringing up to Jerusalem. പെരുന്നാളിന് കൂടി വന്ന യഹൂദന്മാർ ഒരു ആരവാരവം കേട്ടിട്ട് അവിടേക്ക് ഓടി വന്നു. The Jews who gathered for this festival on carrying this clamor, they came into this temple. എവിടെയാണ് ഈ ശബ്ദം കേൾക്കുന്നത്? Where is this ringing voice? അവർ മർക്കോസിന്റെ മാളിക മുറിയിലെത്തി. They came to the mansion of Mark. അവിടെ യേശുവിന്റെ അമ്മ മറിയയും The mother of Jesus Christ, Mary, യേശുവിന്റെ ശിഷ്യന്മാരും disciples of Jesus, യേശുവിന്റെ സഹോദരന്മാരും brethren of Jesus, വിശ്വസിച്ചവരുടെ കൂട്ടം വരുന്ന ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷകളിൽ the സംസാരിക്കും. band of people laid, they are filling in the Spirit of God and worshiping the Lord. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടി വന്ന യഹൂദന്മാർക്ക് The Jews gathered from different parts of the world. അവരുടെ ഭാഷയിൽ ഇവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പറയുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. In their respective tongues, they could understand these people were revealing the mysteries of God. പക്ഷെ ഓടി വന്ന കൂട്ടത്തിൽ ചിലർക്ക് ഇവർ പറയുന്ന ഒന്നും മനസ്സിലായില്ല. Of the visitors, some couldn't understand their mystery. അവർ പറഞ്ഞവർ രാവിലെ പുതുവീഞ്ഞു കുടിച്ചിട്ട് ലഹരി They പിടിച്ചിരിക്കുക. were upon this way, took this fresh wine and they were intoxicated. അപ്പോൾ പത്രോസ് അവിടേക്ക് എഴുന്നേറ്റ് വന്നു. Peter stood up in the midst of them. സഹോദരന്മാരായ പുരുഷന്മാരെ, Brethren, gentlemen, നമ്മുടെ ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. we know about David, our patriarch. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, അവന്റെ കല്ലറ നമ്മുടെ നടുവിലുണ്ട്. He died, buried, his sepulchre is in the midst of us. എന്നാൽ ദാവീദിനോട് ഒരു ഉടമ്പടി ചെയ്തിരുന്നു. The Lord made a covenant with David. അവന്റെ കടിപ്രദേശത്ത് നിന്ന് ഒരുത്തനെ എഴുന്നേൽപ്പിക്കും. That is, from his firstly, he will raise up a person. അവനെ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുത്തും. He will be enthroned on the throne of David. അവനെ ഒരിക്കലും പാതാളത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. He will never be committed to hell. അവന്റെ ജഡ ഒരിക്കലും ദ്രവത്വം കാണുകയില്ല. His flesh shall never see corruption. ഈ യേശുവിനെ ദൈവം ഉയർപ്പിച്ചുവെന്നുള്ളതിന് ഞങ്ങൾ സാക്ഷികളാകും. We are witnesses. This Jesus was raised by God. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് കടന്നുപോയി. He ascended to the right hand side of the Father. വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയച്ചു തന്നു. He sent upon us the promised Holy Spirit. അതാണ് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. That is what you see and what you hear. നിങ്ങൾ മരത്തിൽ ക്രൂശിച്ചു വന്ന ആ യേശു ഉണ്ടല്ലോ, Really, the Jesus who be crucified on the cross. ദൈവം അവനെ കർത്താവ് ക്രിസ്തുവാക്കി വെച്ചിരിക്കുന്നു. God made him Lord and Christ. പ്രസംഗം കേട്ടപ്പോൾ യഹൂദന്മാരുടെ ഹൃദയം കുത്തുവാൻ തുടങ്ങി. On hearing the message, they were pricked to the conscience. അവർ അവിടെ കൂടി വന്ന ജനത്തോട് ചോദിച്ചു, And the gathered people, they asked, സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? Brethren, what must we do? സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? Brethren, what must we do? പത്രോസ് പറഞ്ഞു, Peter answered, നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ, Repent. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽക്കുവീൻ, For the remission of your sins, take water baptism. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. Then you shall receive the gift of the Holy Ghost. അന്ന് 3000 പേർ വിശ്വസിച്ച് സ്നാനമേൽക്കുവാൻ ഇടയായി തീർന്നു. Nearly 3,000 people believed and took water baptism. ദൈവമക്കളെ, ദൈവത്തിന്റെ സഭ ഭൂമിയിൽ ഉരുവായി തിരികെയാണ് ചെയ്യുന്നത്. Beloved people of God, the church of God culminated on the earth. ഇന്ന്
രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Tonight, beloved people of God listening to the word of God, കർത്താവ് കാൽവറിയിൽ രക്തം കൊടുത്ത് സമ്പാദിച്ച വിശുദ്ധ സഭയായി നിങ്ങൾ മാറ്റപ്പെട്ടിട്ടുണ്ടോ? have you become the holy church Lord Jesus Christ purchased on the cross of Calvary by shedding his holy blood? ക്രിസ്തുവിന്റെ കാന്തയായി നിങ്ങൾ മാറ്റപ്പെട്ടിട്ടുണ്ടോ? Have you become the wife of Christ? ഇല്ലെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ടേ മതിയാവും. If not, you cannot but repent. മാനസാന്തരം ദൈവത്തിന്റെ കൽപ്പനയാണ്. Repentance is the commandment of God. അപ്പോസ്തലപ്രവൃത്തി 17:30 നമ്മൾ ഇപ്രകാരം വായിക്കണം. Acts of Apostles chapter 17 verse 30. അറിയായ്മയുടെ കാലങ്ങളിൽ ലക്ഷ്യമാക്കാതെ The Lord is winking at the days of ignorance. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് Today, it's a commandment of God. Everywhere, all should repent. ദൈവ മനുഷ്യരോട് കൽപ്പിക്കുന്നു. It's a commandment of God unto man. എല്ലായിടത്തും മാനസാന്തരപ്പെടണം. Everywhere, all must repent. എല്ലാവരും മാനസാന്തരപ്പെടണം. All must repent. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. That's a commandment of God. ഇത് പത്രോസ് പ്രസംഗിച്ചത് ആരോടാണെന്ന് നമ്മൾ നോക്കണം. Unto whom did Peter preach? ദേവാലയത്തിൽ പെരുന്നാൾ ആചരിക്കാൻ വന്ന യഹൂദന്മാരോട്. Joseph came unto the temple of Jerusalem did not observe the festival. മോശയുടെ ന്യായപ്രമാണ പ്രകാരം പരിശോധനയേറ്റവരോട്. According to the law of Moses, the people who got circumcised. അബ്രഹാം അവർക്ക് പിതാവായിട്ടുണ്ടല്ലോ എന്ന് ഉള്ളം കൊണ്ട് പറയുന്നവരോട്. The people who were boasting in telling that Abraham is our father. ജഡപ്രകാരം യഹൂദന്മാരായവരോട്. According to the flesh, people are the Jews. ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് അവകാശപ്പെടുന്നവരോട്. People who claim to be the people of God. യാഗങ്ങളും വഴിപാടുകൾ അർപ്പിക്കുന്നവരോട്. People who offer sacrifices and offerings. ദൈവത്തിന്റെ പെരുന്നാളുകൾ ആചരിക്കുന്നവരോട്. People who observe the festivals of God. പത്രോസ് പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെട്ടേ പറ്റത്തുള്ളൂ. Peter says to them, you cannot but repent. നിങ്ങൾ ഏത് നിലവാരത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിലും ശരി, Whatever is your standard of life, മാനസാന്തരപ്പെടുക എന്ന് പറയുന്ന ദൈവത്തിന്റെ കൽപ്പനയാണ്. repentance is a commandment of God. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെട്ടേ പറ്റത്തുള്ളൂ. Everywhere, all must repent. പ്രിയ സഹോദരി സഹോദരന്മാരെ, Beloved brothers and sisters, നമ്മൾ അറിവില്ലായ്മയുടെ കാലങ്ങളിൽ തള്ളിക്കളഞ്ഞിട്ട് disowning the days of ignorance. തിന്മയെ തള്ളി നന്മയെ തിരഞ്ഞെടുക്കുവാൻ നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ, If you are at a maturity to cast off evil, embrace goodness, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു വീഴ്ച മാനസാന്തരപ്പെട്ടേ പറ്റത്തുള്ളൂ. we cannot but confess the sins, disown the same, repent. ലോകത്തിൽ ഒരു മനുഷ്യരോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയേണ്ട. We need not confess our sins unto any man under the sun. വിശുദ്ധ തിരുവെഴുത്ത് പ്രകാരം പറയുന്നു, The Holy Bible says, നാം നമ്മുടെ പാപങ്ങളെ അവനോട് ഏറ്റുപറയുന്നുവെങ്കിൽ if we confess sins unto the law, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം the blood of his son Lord Jesus Christ സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കും. is able to sanctify, wash us from all of our sins. മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, അത് യേശുവിന്റെ രക്തമാണ്. Only one way to bring forth atonement of sins of mankind, that's the blood of Lord Jesus Christ. ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Therefore, beloved brothers and sisters of Christ, കർത്താവ് യേശു കാൽവറിയിൽ സ്വന്തം രക്തം കൊണ്ട് സമ്പാദിച്ച വിശുദ്ധ സഭയായി നമുക്ക് മാറ്റപ്പെടാം. let us speak in the Holy Church. Lord Jesus Christ won on the cross of Calvary by shedding his holy blood. വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിന്റെ 7 വാക്യത്തിലേക്ക് വരുമ്പോൾ, As we turn to Revelation chapter 19 verse number 7, അവിടെ പ്രകാരം നമ്മൾ വായിക്കണം, this is what we read there. നാം സന്തോഷിച്ചുല്ലസിച്ച് മഹത്വം കൊടുക്കുക. Let us rejoice, be glad, give honor to him. കുഞ്ഞാടിന്റെ കല്യാണം വന്നിരിക്കുന്നല്ലോ, Marriage of the Lamb has come. തന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. His wife has made herself ready. ദൈവത്തിന്റെ പരിശുദ്ധ സഭ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. Holy Church of God is preparing itself. ക്രിസ്തുവിന്റെ മണവാട്ടി അവളെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. Bride of Christ is preparing herself. കാരണം യേശു വരാറായിരിക്കുന്നു. Our Jesus is coming soon. കർത്താവ് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവെങ്കിൽ At the second advent of Lord Jesus Christ, ദൈവസഭ രൂപത്തിൽ നിന്നും ഉൽപ്രാപണം സംഭവിക്കും. the Church of God shall be raptured from this world. ഈ ഉൽപ്രാപണം എന്നുള്ളതിന് Rapture, എന്താണ് അതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത്? what's the real meaning? ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോകാനാണ്. Forcefully kidnapping. ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോകും. Forcefully kidnapping. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് ബലം പ്രയോഗിച്ച് ചിലരെ തട്ടിക്കൊണ്ടുപോകും. Lord Jesus Christ shall come to this world, applying his force deliberately, kidnap many people. കർത്താവ് പ്രയോഗിക്കുന്ന ബലം ഏതായിരിക്കും? What is the force? Applied by the Lord. തന്റെ വ്യാപാര ശക്തി, There's a power of excellence, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ power of Holy Spirit. ഒരുമപ്പെടുതിൽ നമ്മൾ രൂപാന്തരപ്പെടും. With a twinkling of an eye, we Agas- shall be transformed. ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. Upon the clouds, we shall be taken up. വെളിപ്പാട് പുസ്തകം 16 അധ്യായത്തിന്റെ 15 വാക്യത്തിലേക്ക് വരുമ്പോൾ, Revelation chapter 16, verse 15. അവിടെ വിശുദ്ധ യോഹന്നാനോട് ദൈവാത്മാവ് പറയുകയാണ്, The Spirit of God says to John,
John, ഞാൻ കള്ളനെ പോലെ വരുന്നു. lo, I'm coming like a thief. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു കടന്നു വരുന്നത് കള്ളനെ പോലെ ആയിരിക്കും Our വരുന്നത്. Lord Jesus Christ is going to appear like a thief. എന്താ കള്ളൻ വരുന്നതിന്റെ പ്രത്യേകത? What is speciality of the advent of the thief? കള്ളൻ വീട്ടിൽ വരുന്നത് വീട്ടിൽ കിടക്കുന്ന അലൂമിനിയമോ ചെമ്പോ പിത്തളയോ പറക്കാനല്ല വരുന്നത്. Thief is not meant to collect the aluminum or the copper which is waste. നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ കള്ളം വന്ന് പ്ലാസ്റ്റിക്കോ പാട്ടയോ പൊട്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ? In any house, has the thief visited, has he stolen plastic, other waste products? കള്ളം വരുന്നത് അവിടുത്തെ ഏറ്റവും വില കൂടിയ നിക്ഷേപങ്ങളെ ചോർത്തിക്കൊണ്ടു പോകാനാണ്. Thief comes in not to take away, loot away the priceless objects there. കർത്താവ് യേശു പറഞ്ഞ കള്ളനെ പോലെ വരും. Lord Jesus Christ says, lo, I'm coming like a ഈ thief. ലോകത്തിൽ ഒളിച്ചു വെച്ച ചില നിധികളുണ്ട്. Certain hidden treasures ഈ in the ലോകത്ത് world. ഈ ലോകത്ത് മറയ്ക്കപ്പെട്ട് വെച്ചിരിക്കുന്ന ചില നിക്ഷേപങ്ങളുണ്ട്. There are hidden riches in the world. അത് തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച വിശുദ്ധ That's the സഭയാണ്. holy church he had gained by shedding his holy blood. തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സഭയെ ഇവിടെ നിന്ന് കർത്താവ് തട്ടിക്കൊണ്ടു പോകുവാനിടയായി By the power of the Holy Spirit of God, the Lord is going to hijack നമ്മുടെ കർത്താവ്- our people from this world. നമ്മുടെ കർത്താവ് കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞാൽ The Lord coming as a thief, which means അതിന് വേറെ അർത്ഥമുണ്ട്. it has got another meaning as കള്ളൻ well. വരുന്നത് ഏത് സമയത്താണെന്ന് ആർക്കും അറിയാൻ സാധിക്കും. Nobody knows in which hour will the thief come. ഏതെങ്കിലും ഒരു കള്ളൻ ഞാൻ ഇന്ന സമയത്ത് വരുമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവന്റെ കാര്യം If പോക്കായിരിക്കും. the thief comes that, I'll come during a particular one, he'll be caught. നമ്മുടെ കർത്താവിന്റെ വരവൻ കള്ളൻ വരുന്നത് പോലെ Coming the Lord is like unto the arrival of a thief. ജീവിതത്തിൽ ചിന്തിക്കാത്ത സമയത്ത് യേശു കടന്നു വരും. In an unthinking moment, Jesus will come. നിനയാത്ത നാഴികയിൽ യേശു വരുന്നതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പിരുന്ന് തിരുവെടുത്ത് Word പറഞ്ഞിരിക്കും. of God says, be prepared as the Lord is coming in an unthinkable watch. അന്ന് രണ്ടുപേർ The കിടക്കയിലായിരിക്കും. two people shall be on the bed. രണ്ടുപേർ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. Two shall be on the grinding stone. രണ്ടുപേർ വയലിലായിരിക്കും. Two shall be in the field. പ്രിയ സഹോദരി സഹോദരന്മാരെ, Beloved brothers and sisters, കർത്താവിന്റെ വരവ് ഏത് സമയം സംഭവിക്കും നമുക്ക് ആർക്കും പറയുവാൻ സാധിക്കും. we cannot predict as to the moments in which the Lord shall appear. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. But one thing can be predicted. കർത്താവിന്റെ വരവിനോട് നമ്മൾ ഏറ്റവും We അടുത്തിരിക്കുകയാണ്. are drawn far closer to the coming of the Lord. നമുക്കത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? How can we understand this? ഈ കാലത്തിന്റെ ലക്ഷണങ്ങളെ നമ്മൾ നോക്കിയാൽ മതി. When we observe the signs of the current season. ഈ കാലത്തിന്റെ ലക്ഷണങ്ങളെ നോക്കുമ്പോൾ When we observe the signs of the present season. നമ്മൾ കർത്താവിന്റെ വരവിനോട് അടുത്തിരിക്കും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. We understand we are drawn far closer to the coming of the Lord. കർത്താവ് യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, In one context, Lord Jesus Christ stated, വൈകുന്നേരം ആകാശം ചുമന്ന് കണ്ടാൽ at the evening, as the sky becomes red, ഓ നിങ്ങൾ പറയും നല്ല തെളിച്ചമാന്ന് you പറയും. will see a clear sky. കാലത്ത് ആകാശം മൂടിച്ചുവെന്ന് കണ്ടാൽ Early morning, if you find overcast, ഓ നിങ്ങൾ പറയുന്ന മഴ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. you will see it's going to be raining. ആകാശത്തിന്റെ ഭാവങ്ങളെ വിവേചിക്കാൻ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ If you're able to reason out the very nature of the clouds, ഈ കാലത്തിന്റെ ലക്ഷണങ്ങളെ നിങ്ങൾക്ക് വിവേചിച്ചുകൂടായോ? why can't you discern out what is the nature of the course of the season? ഒരു ദൈവത്തിന്റെ പൈതൽ കാലത്തിന്റെ ലക്ഷണങ്ങളെ വിവേചിക്കുന്നവരായിരിക്കും. You child of God should discern out the difference between the season. നമ്മൾ ആകാശത്തിന്റെ ലക്ഷണങ്ങളെ വിവേചിക്കുന്നുണ്ടല്ലോ. We are just reasoning out the signs of the sky. എന്നിട്ട് നമ്മുടെ ശരീരത്തിലെ ലക്ഷണങ്ങളെ We വിവേചിക്കുന്നില്ലേ? are reasoning out the signs of the body. നമ്മുടെ പല്ലുകൾ കൊഴിയുമ്പോൾ നമുക്കറിയാം. When the tooth falls down, we know. നമ്മുടെ ത്വക്കുകൾ ചുളുങ്ങുമ്പോൾ നമുക്കറിയാം. When the skin wrinkles, we know. നമ്മുടെ മുടി നരയ്ക്കുമ്പോൾ നമുക്കറിയാം. When the hair becomes gray, we നമ്മുടെ know. ശരീരത്തിന് ബലം കുറയുമ്പോൾ നമുക്കറിയാം. When we are feebled, we know. ഏതാണ്ട് നമ്മൾ അവസാനത്തിലേക്ക് We വന്നുകൊണ്ടേയിരിക്കുക. are drawing closer to the end. ശരീരത്തിന്റെ ഭാവങ്ങളെ വിവേചിക്കാൻ നമുക്കറിയാം. We know how to just analyze the course of the body. ആകാശത്തിന്റെ ഭാവങ്ങളെ വിവേചിക്കുവാനും നമുക്കറിയാം. We know how to reason out the signs of the clouds. ഒരു ദൈവ പൈതൽ കാലത്തിന്റെ ലക്ഷണങ്ങളെ A വിവേചിക്കുന്നവനായിരിക്കണം. child of God should reason out the signs of the course of the season. കാലത്തിന്റെ ലക്ഷണങ്ങളെ നമ്മൾ വിവേചിക്കുമ്പോൾ As we reason out the season, നമ്മളൊരു അവസാന കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്ന മനസ്സിലാക്കാൻ we സാധിക്കും. understand we have come to the last days. പ്രധാനമായിട്ടും ഒരു 4-5 വിഷയങ്ങളെ നമുക്ക് ചിന്തിക്കാം. Importantly, let us observe 4 or 5 aspects. ഒന്നാമത് ഈ കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ. Primarily, the political situation in the present season. ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ വ്യവസ്ഥിതി. The present scenario, the political atmosphere. രണ്ടാമത് ഇക്കണോമിക്കൽ സിറ്റുവേഷൻ. Secondly, the economical situation. ഇന്നത്തെ ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതി. The financial state of the present days. മൂന്നാമത് എൻവയോൺമെന്റൽ ഇഷ്യൂ. Thirdly, environmental factors. ഈ ലോകത്തിൽ സംഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ. About the climatical changes that taking place in the current season.
reason. നാലാമത് കാസ്റ്റ് ആൻഡ് റിലീജിയൻ. Fourthly, caste and religion. മതാധിഷ്ഠിതമായ മാറ്റങ്ങൾ. That is a change with regard to religion. ഈ ലോകത്തിലെ രാഷ്ട്രീയ ഗതിക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നു? What is the change taking place in the political scenario? ഈ ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നു? What's the change taking place in economical position? ഈ ലോകത്തിന്റെ കാലാവസ്ഥയ്ക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നു? What will change taking place in climatical state? ഈ ലോകത്തിലെ മതാധിഷ്ഠിതമായ അനുഭവങ്ങൾക്ക് എന്തെല്ലാം മാറ്റം സംഭവിക്കുന്നു? What about the scenario change take place in theological aspects? ഇത് കഴക്കൂട്ടത്താണല്ലോ ഈ മീറ്റിംഗ് നടക്കുന്നത്. Meeting is held at Karakutam. കഴക്കൂട്ടം എന്ന് പറയുമ്പോൾ IT മേഖലയാണ്, Karakut not for IT area. വളരെ ബുദ്ധിമാന്മാരുടെ മേഖലയാണ്. It's a land of scholars. നിങ്ങൾ ഈ കാലത്തിന്റെ ലക്ഷണങ്ങൾ വിവേചിക്കുന്നവരായി തീരുവി. You must be able to listen out to the signs of the time. ഒന്നാമത് ഈ പൊളിറ്റിക്കൽ സിറ്റുവേഷനിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ Primarily observe the political situation. ഇന്നത്തെ ആധുനിക ലോകം നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. There's a problem encountered by the modern world. ലോകത്തിൽ പലവിധമായ പ്രശ്നങ്ങൾ ലോകത്തെ അലട്ടുന്നു. Many problems are embarrassing the present world. പക്ഷേ ഈ ലോകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സ്ഥായിയായ ഒരു നേതൃത്വം ലോകത്തിലില്ല. There's no steady leader in order to solve the problems of the present world. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാകുന്നു. That is the greatest problem the present world faces. ലോകത്തിന് ശക്തമായ ഒരു നേതൃത്വമില്ല. There's no mighty leader to control the world today. ഒരു കാലത്ത് അമേരിക്ക ലോകത്തിന്റെ സൂപ്പർ പവർ പോലീസുമാണെന്ന് ലോകം ചിന്തിച്ചു. The time passed, the world thought that America was a super power and the world police. പക്ഷേ വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക നല്ല പാഠം പഠിച്ചു. During the Vietnam War, America learned a good lesson. റഷ്യ ലോകത്തിന്റെ സൂപ്പർ പവറായിട്ട് ലോകം കരുതി. The world considered Russia as a superpower. ഇപ്പോൾ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ അനുഭവിക്കാൻ നമുക്കറിയാൻ Now സാധിക്കും. we know what's the problem that in the Ukraine battle that Russia faces. 4 ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ പോയതാണ്. For the past 4 days, they want to wind up the battle. 4 മാസം കഴിഞ്ഞിട്ട് യുദ്ധം പരിസമാപ്തിയിൽ എത്തിച്ചേർന്നു. Even after 4 months, it is not over. ഒരു കാലത്ത് ലോകത്തിന്റെ സൂപ്പർ പവറുകളായിരുന്നു റഷ്യയും In അമേരിക്കയൊക്കെ. the time past, US and Russia, the superpowers of the world. ഇന്ന് ലോകം നേരിടുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ ഇവർക്ക് ആർക്കും പരിഹാരം ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല. Today, for the crucial issues the present world is facing, these people are not able to effect any tangible remedy. ശക്തനായ ഒരു ആഗോള രാഷ്ട്രീയ നേതാവ് ലോകത്തിൽ ഉദയം ചെയ്തിട്ടില്ല. There was so far no powerful leader has come into this world so far. എന്തെല്ലാം സങ്കീർണ പ്രശ്നങ്ങളിലൂടെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. Many burning issues are haunting this world today. ചൈനയും തൈവാനുമായിട്ടുള്ള പ്രശ്നം. The problem between China and Taiwan. ചൈന പറയുന്നു തൈവാൻ ചൈനയുടെ ഒരു പ്രവിശ്യ മാത്രമാകും. China says Taiwan is only a province of China. പക്ഷെ അമേരിക്ക തൈവാന് സപ്പോർട്ട് കൊടുക്കണം. America supports Taiwan. ഈ അടുത്ത കാലത്ത് നടന്ന സിംഗപ്പൂർ ഉച്ചകോടിയിലെ Recently, in the conference at Singapore, ചൈന ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്തു. China gave a strong warning. തൈവാൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയാൽ Taiwan, if it declares freedom, ചൈന യുദ്ധം ചെയ്യാൻ മടിക്കത്തില്ല. China will not be reluctant to wage ഒരു war. ഗുരുതരമായ പ്രശ്നത്തിലേക്ക് This നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. going to formidable issue. ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തിയിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. Between India and China, there is border dispute. ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ അതിർത്തിയിൽ പ്രശ്നങ്ങളുണ്ട്. Between India and Pakistan, there is border dispute. മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ പറയുവാൻ തന്നെ സാധിക്കത്തില്ല. Middle East problems mounting. ഇസ്രായേൽ പാലസ്തീനുമായിട്ടുള്ള യുദ്ധം നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കണ്ടിട്ടുള്ളതാണ്. Israel-Palestine battle, we have been witnessing with our own eyes. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം വരുത്തുവാൻ കഴിവുള്ള രാഷ്ട്രീയ നേതൃത്വം ലോകത്തിലുണ്ടോ? In the present world, is there a political leader who can effect remedy to all these battles and problems? യഹൂദന്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. Think about the state of the Jews. ലോകത്തിൽ ഒരു കാലഘട്ടത്തില് ശപിക്കപ്പെട്ടവരാ ലോകം മൊത്തം അലഞ്ഞു തിരിഞ്ഞ് നടന്നവരാ. In the time was as a cursed generation, loitered through the whole world. എന്നാൽ കാലത്തിന്റെ അന്ത്യത്തിലേക്ക് വന്നപ്പോഴേ As they came to the end of the dispensation, ഒരു വലിയ ശക്തിയായിട്ട് അവർ മാറ്റപ്പെട്ടു. they became a mighty power. ഒരു ചെറിയ രാജ്യം, A small country, പക്ഷെ ലോകത്തിന്റെ സൂപ്പർ പവറായി. it has become the superpower of the പക്ഷെ world. വലിയൊരു പ്രതിസന്ധി അവിടെ മുൻപിലുണ്ട്. A great crisis is haunting them. ലോകത്തിൽ ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്തൊരു പ്രശ്നം. None shall solve the problem in the world. നമ്മൾ ക്രിസ്ത്യൻസിനെ ആരാധിക്കുവാൻ ധാരാളം ദേവാലയങ്ങളുണ്ട്. We Christians are worshiping, plenty of worshiping places are available. നമ്മുടെ ഇസ്ലാമിക സഹോദരന്മാർക്ക് ധാരാളം മോസ്കുകളുണ്ട്. For the Muslims, for worshiping, plenty of mosques are there. നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർക്ക് ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. For Hindus, plenty of temples are there. ബുദ്ധ മതസ്ഥർക്ക് ബുദ്ധവിഹാരങ്ങളുണ്ട്. For Buddhas, Buddha, they got plenty of worshiping places. യഹൂദന് സ്വന്തമായി ആരാധിക്കുവാൻ ആലയം. For the Jew, no proper worshiping place, അവനൊരു ആലയമില്ല. no proper temple. ഈ പ്രശ്നം പരിഹരിക്കാൻ ലോകത്തിൽ ആരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. Nobody under the sun could effect remedy to this problem. പ്രിയ സഹോദരി സഹോദരന്മാർ, Beloved brothers and sisters, ലോകത്തിൽ ഭയങ്കരമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. huge events are taking place in the world today. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. Just think about this. ലോകം ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വരുത്തുന്ന ഒരു നേതാവിനെ നോക്കിക്കൊണ്ടേയിരിക്കുക. World is in search of a mighty leader
who is able to solve all these problems in the society. രാജ്യങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. Conflicts between countries are mounting up. ഒരു ഭാഗത്ത് ഭീകരവാദം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. On the one side, this terrorism is looping large. കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ When we examine the problems of the decade, ഏകദേശം ഒരു വർഷം കൊണ്ട് 21,000 പേർ ഭീകരവാദത്തിലൂടെ കൊല്ലപ്പെടുന്നുണ്ട്. really within 1 year, more than 21,000 people were victimized to terrorism. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ദൈവം അതിൽ എന്ത് When മനസ്സിലാക്കണം? all these things take place, what should be the lesson child of God should understand? വിശുദ്ധ മത്തായി 24-6 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ Matthew's Gospel chapter 24, verse number 6 onwards. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഒലിവുമലയിൽ വെച്ച് പറഞ്ഞു, Our Lord Jesus Christ, being on Mount Olivet, said, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും. you will hear wars and the rumors of war. ചഞ്ചലപ്പെട്ടു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളി. Be not dismayed and fret about. ജാതി ജാതിയോട് പോരാടും. Nation shall fight against the nation. രാജ്യം രാജ്യത്തോട് പോരാടും. Country shall fight against the country. ക്ഷാമവും ഭൂകമ്പവും അവിടെവിടങ്ങളിൽ ഉണ്ടാകും. Famine and drought shall take place there. ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമാകുന്നു. These are the beginning of travailing. ലോകം നേരിടുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ കാണുമ്പോൾ As we notice the problems encountered by the world countries, ഒരു ദൈവപൈതൽ മനസ്സിലാക്കണം, the child of God should understand. ഇതൊക്കെ ഈറ്റുനോവിന്റെ ആരംഭമാകുന്നു. These are all beginning of travailing. കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിനോട് നമ്മൾ We അടുത്തിരിക്കുകയാണ്. are drawn far closer to the coming of the Lord. ലോകം അവിടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ആഗോള നേതാവിനെ തേടിക്കൊണ്ടിരിക്കുന്നു. World is searching for a global leader in order to solve all the problems which are embarrassing them. കാരണം ലോകം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുക. World is passing the financial crisis. നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്ക് ഒന്ന് നോക്കിക്കേ. When you observe the neighboring countries, ഒരു ഭാഗത്ത് ശ്രീലങ്ക. on the one side is Sri Lanka. ശ്രീലങ്കയിലെ സാമ്പത്തിക സ്ഥിതി മുഴുവനും തകർന്നു. Financial completely melted down in ഒരു Sri ഭാഗത്ത് Lanka. കോവിഡ്, On the one side, COVID. മറുഭാഗത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം, Countersign Russia-Ukraine battle. മൂന്നാമത് ഭീകരവാദം. Thirdly, terrorism. ഈ ശ്രീലങ്കയുടെ സാമ്പത്തിക വ്യവസ്ഥിതി മുഴുവനും തകർത്ത് കളഞ്ഞു. Sri Lanka's financial position has been crumbled. ഇന്ന് അവിടെ 1 കിലോ അരിക്ക് 448 രൂപ വിലയാണ്. Today, 1 kilogram rice weighs 498 rupees. 1 ലിറ്റർ പാൽ 263 രൂപ വിലയാണ്. 1 liter milk is costing 263 ഒരു rupees. ചായക്ക് 100 രൂപ വിലയാണ്. A cup of tea costing 100 rupees. 1 ലിറ്റർ പെട്രോൾ 250 രൂപ വിലയാണ്. Liter petrol is costing 250 rupees. മണ്ണെണ്ണയും ഡീസലും കിട്ടുവാനില്ല. Kerosene, diesel not available. കടലാസിന്റെ നിർമ്മാണം നിലച്ചു. Paper's production came to a standstill. കടലാസ് മഷിയില്ലാത്തതുകൊണ്ട് പരീക്ഷകളെല്ലാം നിർത്തിവെച്ചു. Papering is costing there for examination is put on hold. പത്രങ്ങൾ അച്ചടി നിർത്തി. Dailies is stopped their printing. അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നമ്മുടെ അയൽ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. Neighboring countries are passing crucial financial meltdown. നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യ അല്പം അവരെ സഹായിക്കുന്നതുകൊണ്ടാണ് അവർ നിലനിന്ന് പോകുന്നത്. Our homeland India is helping to some extent. Therefore, they are surviving. ഇനി നമ്മുടെ വടക്കൻ അതിർത്തിയുള്ള പാകിസ്ഥാന്റെ അവസ്ഥ ചിന്തിച്ചു നോക്കി. Let us look at the Pakistan our border. ലോകത്തിലെ ഏറ്റവും അധികം തേയില ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ. It is one of the countries importing tea to the greater extent. പാകിസ്ഥാൻ ഗവൺമെന്റ് ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, Pakistan government said to the people, ചായ കുടിക്കുന്നത് മതിയാക്കിക്കൊള്ളു. stop drinking tea. തേയില ഇറക്കുമതി ചെയ്യാൻ പൈസയില്ല. No money to import tea. ആഡംബര വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന കർശനമായിട്ട് അവർ നിരോധിച്ചു. Luxury vehicles importing, they severely stopped it. സമ്പന്നർക്ക് നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. Rich people taxes high. കർശന സാമ്പത്തിക നിയന്ത്രണത്തിലേക്ക് അവർ കടന്നു വന്നിരിക്കുകയാണ്. Financial restrictions are imposed on. കാരണം വലിയ സാമ്പത്തിക പ്രതിസന്ധി. Because great financial crisis. വേൾഡ് ബാങ്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. World Bank given a warning. 2008 ലോകം ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. 2008, the world is passing the financial crisis. ഇനി വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ലോകത്തെ അഭിമുഖീകരിക്കാൻ പോകുന്നു. Deeper crisis the world is going to face again. ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ് ജർമ്മനി. Germany is the fourth financial mighty power of the world. ജർമ്മനിയിൽ സാമ്പത്തിക മാന്ദ്യം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. Germany again that meltdown started there. ഭക്ഷ്യസാധനങ്ങളുടെ വില കൂടും. That is a price hike is going to take place for food commodities. ഇന്ധനങ്ങളുടെ വില കൂടും. Fuel price is going to hike up. വളത്തിന്റെ വില കൂടും. Manure, it is going to be hiked up. അമേരിക്ക യൂറോപ്യൻ രാഷ്ട്രങ്ങളും ഭയങ്കര പ്രതിസന്ധിയിലേക്ക് നീങ്ങും. American European countries are going to be in greater crisis. വികസന രാജ്യങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. Developed countries, the situation is going to be dangerous. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Beloved brothers and sisters, listening to me. ലോകത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഒരിക്കലും സുരക്ഷിതമല്ല. The financial position of the world is never secured. നാറ്റോയുടെ മുൻ സെക്രട്ടറി ജനറലും NATO's former Secretary General, യൂറോപ്യൻ കോമൺ മാർക്കറ്റിന്റെ സൂത്രധാരകനുമായ the common strategist, ഹെൻറി സ്പാക്ക് എന്ന് പറയുന്ന നേതാവുണ്ട്. Henry spoke, the leader said, UN ആസ്ഥാനത്ത് താൻ പ്രഭാഷണം നടത്തി. in the ENP center, he made the declaration. ആ പ്രഭാഷണത്തിൽ താൻ പറഞ്ഞത്, In the lecture, he said, നമുക്ക് ആവശ്യം ഒരു സംഘടനയോ കമ്മിറ്റിയോ അല്ല. we don't want a committee or organization. അനുനിമിഷം മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തിക തകർച്ചയിൽ നിന്നും From this financial meltdown, it is
is sinking day by day. അസമാധാനത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കഴിവുള്ളൊരു നേതാവിനെയാണ് നമുക്ക് ആവശ്യം. We need a leader who is able to retrieve even from the peaceless state. അങ്ങനെ ഒരു നേതാവിനെ നിങ്ങൾ കാണിച്ചു തരുവീൻ. Just point out such a leader. അത് ദൈവമാണെങ്കിലും സാത്താനാണെങ്കിലും ഞങ്ങൾ സ്വീകരിച്ചു. If it is God or devil, we are able to accept him. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, Fellow brothers and sisters listening to us, ലോകം ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോൾ, as world is living in a great financial crisis, പരിഹാരം വരുത്തുവാൻ കഴിവുള്ള ഒരു ദേശീയ നേതാവിനെ, അന്തർദേശീയ നേതാവിനെ അവർ നോക്കുകയാണ്. they are searching for international leader who is able to effect answer to the financial problems. ഇതൊന്നും യാദൃശ്യമായ ലോകത്തിൽ സംഭവിക്കുന്നതല്ല. Inadvertently, it's not taking place in the present world. തൊഴിലില്ലായ്മ ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. Unemployed problem is multiplying in the present world. കോവിഡിന് മുൻപ് ലോകത്തിന്റെ അവസ്ഥ, What was the state before COVID? 187 ബില്യൺ തൊഴിൽ രഹിതരുണ്ടായിരുന്നെങ്കിൽ, Even though there are 184 million employees, 2022 2022, 205 മില്യൺ തൊഴിൽ രഹിതർ ലോകത്തിലുണ്ട്. 205 this unemployed youths are there. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, Zechariah chapter 8, when we focus on അതിന്റെ 10-ാം വാക്യത്തിൽ സക്കറിയ പറഞ്ഞു, verse 10, Zechariah says, ഈ കാലത്തിന് മുമ്പേ മനുഷ്യർക്ക് കൂലിയില്ല, before this time there's no wages for people, മൃഗങ്ങൾക്ക് കൂലിയില്ല, for animals no wages, പോക്കുവരത്ത് ചെയ്യുന്നവർക്ക് വൈരികൾ നിമിത്തം സമാധാനം people ഉണ്ടായിരിക്കത്തില്ല. make it transportation, there's no peace at all. ലോകത്ത് തൊഴിലില്ലായ്മ വ്യാപകമായി തീരും. Unemployment is going to multiply, മനുഷ്യർക്ക് ശമ്പളമില്ലാത്ത അവസ്ഥ. no wages to people. നമ്മുടെ ഗവൺമെന്റിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാൻ കഴിയുന്നില്ല. For the government employees, they are not being salaried. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ അവസ്ഥ എത്ര ഭയങ്കരമാണ്. People are working in the private region is so formidable. എഞ്ചിനീയറും ബിഎഡും പഠിച്ച കുട്ടികള് People have taken engineering BA degrees. വെറും 5000 രൂപ 10000 രൂപയ്ക്ക് ജോലി ചെയ്യേണ്ട അവസ്ഥ. They're employed for mere wage 5,000, 10,000 rupees. മൃഗങ്ങൾക്ക് കൂലിയില്ല. There's no wage for even bees. പഴയ കാലത്ത് വീട്ടിൽ 2 പശുക്കളോ കന്നുകാലികളോ ഉണ്ടെങ്കിൽ ജീവിക്കാമായിരുന്നു. In the olden days, if you have pair of cows or bees, you can live. ഒരു ആനയുള്ളവൻ സമ്പന്നനായിരുന്നു. A man who has got an elephant is rich. ഇന്ന് അതെല്ലാം മാറ്റപ്പെട്ടു. Today the situation ആ overturned. സ്ഥാനത്ത് മെഷീനറികൾ കടന്നു വരാൻ തുടങ്ങി. Now missionaries came there, machines came there. കമ്പ്യൂട്ടറൈസേഷൻ ആയി കഴിഞ്ഞിരിക്കുന്നു. It is moving to computerized. ഓ, മനുഷ്യന് ജോലിയില്ല, മൃഗങ്ങൾക്കും ജോലിയില്ല. Man loses employment, bees lose their employment. യാത്ര ചെയ്യുന്നവർക്ക് വൈരികൾ നിമിത്തം സമാധാനമില്ല. Travelers by the enemies, no more peace. ഏത് സമയത്താണ് ബോംബ് പൊട്ടുന്നത് പറയാൻ സാധിക്കത്തില്ല. We cannot ask in which moment there shall be bomb blast. അത് എയർപോർട്ടിൽ പൊട്ടിയേക്കാം, ചന്തയിൽ പൊട്ടിയേക്കാം, It may blast in the markets or on the airport. നടന്നു പോകുന്ന വഴിയിൽ പൊട്ടിയേക്കാം. On the way it may blast. തിരുവെടുത്ത് പറയുന്നു, Word of God says, പോകുകയും വരികയും ചെയ്യുന്നവരും വൈരികൾ നിമിത്തം സമാധാനമില്ല. for the travelers, because the enemies, there's no peace at all. ഇങ്ങനെ കാലലോകത്ത് സംഭവിക്കും. Such events are going to take place in the world. ഇതിന് ബൈബിൾ ഒരു പരിഹാരവും പറയുന്നുണ്ട്. The Bible speaks about the അവസാന answer. കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ When we come to the last days, ലോകം തേടുന്ന ഒരു അന്തർദേശീയ നേതാവ് കടന്നു വരും. there's a world leader sought by the world shall come into force. അവനൊരു വ്യാജ മശിയായിരിക്കും. And he shall be a bogus Messiah. അവൻ എതിർ ക്രിസ്തുവായിരിക്കും. He shall be Antichrist. എതിർ ക്രിസ്തു ലോകത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ Antichrist as he comes to the world, ഈ ലോകത്തിലെ സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കാൻ അവനൊരു ഫോർമുല കടവയ്ക്കും. he will set out a formula to effect remedy for the financial crisis in the world. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, As we turn to the book of Daniel, അതിന്റെ 11-ാം അധ്യായം 42, 43 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ verses 42 and 43, നമുക്കത് കണ്ടെത്തുവാൻ സാധിക്കും. you're able to find it. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? What is mentioned there? അവൻ ദേശങ്ങളുടെ നേരെ കൈനീട്ടും. He will point out toward the nations. സകല ദേശങ്ങളുടെ നേരെ കൈനീട്ടും. He will just point to all the nations. എന്ന് വെച്ചാൽ ഒരു ആഗോള സാമ്പത്തിക ഏകീകരണം ഉണ്ടാകുമെന്ന് അർത്ഥം. A global coordination shall be effected. അടുത്ത ഒരിക്കലും മിസ്രയീം ദേശം ഒഴിഞ്ഞു പോകുകയില്ല. Then Egypt will not go away. പൊന്നും വെള്ളിയുമായ സകല നിക്ഷേപങ്ങളെ അവൻ പിടിച്ചെടുക്കും. Gold and silver, all treasures will be laid up. സകല മനോഹര വസ്തുക്കളെ അവൻ കൈവശമാക്കും. All the pleasant things shall be captured by him. ലോകത്തിന്റെ സമ്പത്തുകൾ മുഴുവൻ അവനിൽ കേന്ദ്രീകരിക്കുവാനിടയായി തീരും. And the treasure will be centered upon him. 2008 സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ, In 2008, there was a financial crisis. അന്ന് ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞൊരു സൊല്യൂഷൻ ഉണ്ട്. Then Pope Benedict XVI pointed out a solution. ഒരാഗോള സാമ്പത്തിക ശക്തി കേന്ദ്രം ലോകത്തിൽ A ഉണ്ടാകണം. global financial power should be formed in this world. പ്രിയ മക്കളെ, എതിർ ക്രിസ്തു ലോകത്തിൽ വന്നു കഴിഞ്ഞാല് Wherever people have gone, once Antichrist comes to this world, ഒരാഗോള സാമ്പത്തിക ശക്തി കേന്ദ്രം ലോകത്തിൽ ഉണ്ടാകും. a global financial center shall come there. ഇന്നത്തെ വർത്തമാന ലോകത്തിന്റെ അവസ്ഥ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, When we think about the current season, അന്താരാഷ്ട്ര തലത്തില് internationally, രാഷ്ട്രീയമായിട്ടും politically, സാമ്പത്തികമായിട്ടും financially, വാണിജ്യപരമായിട്ടും tradely, ലോകത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള രഹസ്യ സംഘടനകൾ ലോകത്തിലുണ്ട്. secret
organizations there which can control the world. ഈ സാമ്പത്തിക തകർച്ചകൾ നമ്മൾ കാണുമ്പോൾ, When we have the ഈ financial crumbling, രാഷ്ട്രീയ അരാജകത്വങ്ങൾ നമ്മൾ കാണുമ്പോൾ, when we notice political anarchy, യാദൃശ്ചികമാണെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. don't think it's accidental. ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. These are the signs of the last days. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാകുന്നു. These are signs that point into the coming of the Lord. മൂന്നാമത് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാട്ടെ, Thirdly, observe this universe, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ changes in the climatical conditions. ശാസ്ത്രത്തിന് ഉത്തരം കണ്ടെത്തുവാൻ കഴിയുന്നില്ല. Science is not able to find the answer. ലോക നേതാക്കന്മാർ ഉച്ചകോടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. Leaders conduct conferences, കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് make ചെയ്യുന്നത്. investigations about the climatical changes. സൂര്യന്റെ ചൂട് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. Exceedingly, the heart of the sun is blazing. ഭൂമിയുടെ താപനില വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. Even the warmth of the earth is multiplying. ഉഷ്ണതരംഗങ്ങൾ വീശിക്കൊണ്ടിരിക്കുന്നു. Rays of heat, radiants are coming. മരുഭൂമികൾ വികസിച്ചുകൊണ്ടിരിക്കുന്നു. Wilderness is widened ആർട്ടിക് മേഖലയിൽ ഉണ്ടാകുന്നതായ ഈ ചൂട് മുഖാന്തരം because the heat that is make onslaughts on the Arctic region. ഹിമാലയം പോലുള്ള പർവ്വതങ്ങൾ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. Glaciers are melting from Himalaya. സമുദ്രജലത്തിന് നിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു. Sea level is rising up. കടൽ കരയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. Sea is swallowing the shore. ചില ജീവികൾക്ക് വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്നു. Some creatures are feeling extinction. ലോകത്തിന് എന്താണ് What സംഭവിച്ചിരിക്കുന്നത്? is taking place in the world? ഒരു ഭാഗത്ത് കൊടുങ്കാറ്റ്, On the one side is storm. മറുഭാഗത്ത് മേഘസ്ഫോടനങ്ങൾ, Counters are cloud burst. മറുഭാഗത്ത് കാലം തെറ്റിയുള്ള മഴ, It is a non-seasonal monsoon. മറുഭാഗത്ത് ന്യൂനമർദ്ദങ്ങൾ, On the one side there is low tide and high ചിലടത്ത് tide. ചക്രവാത ചുഴികള്. Again there is horizon അപ്പോൾ തന്നെ turbulence. സൂര്യന്റെ ചൂട് സഹിക്കുവാൻ സാധിക്കുന്നില്ല. Exceeding heat of the sun. ഇത് യാദൃച്ഛ്യമായി സംഭവിക്കുന്നതാണോ? It is whether it is inadvertently taking place. വെളിപ്പാട് പുസ്തകം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Revelation chapter 16 verse number 8. അവിടെ നമ്മൾ ഇപ്രകാരം കാണുന്നു. This is what we understand therefrom. ദൈവത്തിന്റെ ന്യായവിധി ലോകത്തിലേക്ക് ഒഴിക്കപ്പെടുന്ന അവസാന കാലഘട്ടത്തില് During the last days in which the judgment of God is poured upon this world, സൂര്യന്റെ ചൂട് ക്രമാതീതമായിട്ട് വർദ്ധിക്കും. it is the sun is exceedingly multiplying. തീ കൊണ്ട് മനുഷ്യനെ ചുടുവാനുള്ള അധികാരം സൂര്യൻ ലഭിക്കും. The sun is given the power to burn man with his heart. അപ്പോൾ ഒരു ദൈവവൈതൽ മനസ്സിലാക്കേണ്ടത്, A child of God should understand ആഗോളതാപനം ഒരു യാദൃച്ഛിക സംഭവമല്ല. global warming is not an accident. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ When we come to Luke's gospel, 21-26 വാക്യത്തില് chapter 21 verse 26, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഒലിവുമലയിൽ വെച്ച് പറഞ്ഞു, Lord Jesus Christ on Mount Olivet ഓ said, ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകും. the powers of heaven shall be shaken. ആകാശത്തിന്റെ ശക്തികൾ കിളക്കം തട്ടും. Powers of heaven shall be shaken. ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തില് The present season in which you are, ആകാശത്തിന്റെ ശക്തി ഇളകിക്കൊണ്ടിരിക്കുകയാണ്. powers of heaven are moved. എപ്പോൾ മഴ പെയ്യുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. Nobody can predict when shall rain pour down. എപ്പോഴാണ് വേനൽക്കാലം എന്ന് ആർക്കും പറയാൻ സാധിക്കത്തില്ല. Nobody can predict when shall be summer. ആകാശത്തിന്റെ ബാലൻസ് തെറ്റിയിരിക്കുകയാണ് ചെയ്യുന്നത്. The heaven is losing its balance. ആകാശത്തിന്റെ ശക്തി ഇളകിപ്പോകുന്നത് കൊണ്ട് Powers of heaven are shaking, and therefore ഈ ഭൂമിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? what's going to take place to this earth? ഇതോർത്ത് മനുഷ്യൻ നിർജീവന്മാരായി തീരും. Man becomes lifeless, thinking the same. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളും ഉണ്ടാകും. There are signs on the moon, on the sun, on the star. കടലിന്റെ ഓളത്തിന്റെ മുഴക്കം നിമിത്തം Because the roaring of the waves of the sea, ഭൂവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. inhabitants are dismayed because of frustration. പ്രിയ സഹോദരി സഹോദരന്മാരെ, Beloved brothers and sisters, ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരുന്നല്ലോ സ്റ്റീഫൻ ഹോക്കിംഗ്. Albert Einstein, Stephen Hawking, greatest people of the century. ഈ അടുത്ത കാലത്താണ് സ്റ്റീഫൻ ഹോക്കിംഗ് നമ്മെ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. Recently, Stephen Hawking passed away from this world. താൻ മരിക്കും മുമ്പ് നടത്തിയതായ ചില പ്രസ്താവനകൾ ഇപ്രകാരം പറഞ്ഞു. There are some statements before his death he declared, 1000 വർഷത്തിലധികം സൂര്യൻ ഈ നിലവാരത്തിൽ നിൽക്കുവാൻ the സാധിക്കത്തില്ല. sun cannot remain in the present state for more than 1,000 years. ഒരു 200 വർഷത്തിനധികം ഭൂമിയിൽ മനുഷ്യന് വസിക്കുവാൻ സാധിക്കത്തില്ല. Man cannot survive this earth for more than 200 years. അത്രമാത്രം പ്രപഞ്ചത്തിന്റെ ശക്തികൾ മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. Thus the very nature of the universe is getting changed. ഈ ലോകത്തിന്റെ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാണുമ്പോൾ, When we observe the climatical changes of the ഈ universe, പ്രപഞ്ച ലക്ഷണങ്ങൾ കാണുമ്പോൾ, when we notice the signs of the universe, സമുദ്രത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ കാണുമ്പോൾ, when we notice the changes taking place in the പ്രിയാദിയ sea, മക്കളെ ഉണർന്നി തലകളെ ഉയർത്തിക്കൊള്ളണം. beloved people of God, get quickened, lift up your heads. ഒരവസാന കാലഘട്ടത്തിലേക്ക് നമ്മൾ We have എത്തിയിരിക്കുകയാണ്. stepped into the fag end. കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങളാണ് ലോകത്തിൽ The സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. signs of the coming of the Lord are taking place throughout the world today. ഇനി നമുക്ക് ലോകത്തിലെ മതങ്ങളിലേക്ക് നോക്കാം. Today let us observe the religions of the world. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ക്രിസ്ത്യാനിറ്റിക്കാണ്. Christianity is encountering great crisis in the present world. യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. Lord Jesus Christ is a real God. ദൈവ മനുഷ്യനായി
ലോകത്തിൽ വന്നതിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. There's a great purpose with which Lord Jesus Christ came to the world. ഇന്ന് ക്രിസ്ത്യാനിറ്റിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു? Today, what has taken place to Christianity? കർത്താവായ യേശുക്രിസ്തു എന്താണ് വിഭാവനം ചെയ്ത ആ മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. What are the values Lord Jesus Christ cherished? Everything is dismantled today. യേശുക്രിസ്തു ഒരിക്കലും ഒരു മതസ്ഥാപകനല്ല. Lord Jesus Christ is never a founder of a religion. ക്രിസ്ത്യാനിറ്റി ഒരിക്കലും ഒരു മതമല്ല. Christianity is never a specific religion. ക്രിസ്തുവിന്റേതൊരു മാർഗം മാത്രമാണ്. Christianity is a mission only. ഭാവിയായ മനുഷ്യനെ പരിശുദ്ധനാക്കി തീർക്കുന്ന മാർഗം. It's a mission. Sinner is translated into a saint. ഭാവിയായ മനുഷ്യനെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള മാർഗം. It's a missionary is taken to heaven. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ഒരിക്കലും ഒരു മതമല്ല, മാർഗം മാത്രമാണ്. Therefore, Christianity is never a religion. It's a mission. ഇന്നത്തെ ക്രൈസ്തവ മേധാവിത്വം എന്താണ് ചെയ്യുന്നത്? What is being done by the Christian leadership today? ക്രിസ്ത്യാനിറ്റി ഒരു മതമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. It is translated Christianity into a religion. അവർ മതാന്തര ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. They make a coordination for religious unity. ഒരു റിലീജിയസ് സെക്യുലറിസത്തിന് വേണ്ടി വാദിക്കുകയാണ്. They make argument for religious secularism. ഒരു പഴംചൊല്ലുണ്ട്, എല്ലാ വഴികളും റോമിലേക്ക്. And there is through many ways unto Rome. എല്ലാ വഴികളും റോമിലേക്ക്. All ways unto Rome. എന്ന് വെച്ചാൽ എല്ലാ മാർഗവും ഒരേ ദൈവത്തിലേക്കാണെന്ന്. Because all missions are moving into the same God. വൺ റിലീജിയൻ വൺ ഗോഡ് എന്നുള്ള ആശയത്തിലേക്ക് They എത്തിത്തീർന്നിരിക്കുന്നു. say one religion, one God. ഒരു മോണോത്തീസത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. We are leading a life in the days of monotheism. എന്നെ കേൾക്കുന്ന ആ സഹോദരി സഹോദരന്മാരെ, Well, brothers and sisters, ഒരു listening to മതാന്തര me, ഐക്യം നല്ലതല്ലേ? a unity religion is good, isn't it? That so? നിശ്ചയമായിട്ടും നല്ലതാണ്. Truly, it's good. പക്ഷേ കർത്താവ് യേശുക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ വില, രക്തത്തിന്റെ വില നമ്മൾ നഷ്ടപ്പെടുത്തരുത്. We must not squander the price of the blood Lord Jesus Christ shed on the cross of Calvary. ലോകത്തിൽ മതാന്തര ഐക്യം നടക്കുന്നത് കാണുമ്പോൾ, When there is attempt for unity of the religions in the world, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കി. understand there's a power behind which operating. റോമാ സാമ്രാജ്യത്തെ സൂചിപ്പിക്കുവാൻ ഒരു വാക്കുണ്ടായിരുന്നു ഗ്രീക്കില്. In Greek, there's a term to speak about the Roman Empire. ഒയ്ക്കമിനി എന്ന വാക്ക്. It is called oikoumenia. ഒയ്ക്കമിനി Oikoumeni, എന്ന് വെച്ചാൽ which means മുഴു മനുഷ്യന്റെയും ലോകമെന്നാണ് അർത്ഥം. it is called the word of the whole people. ഒയ്ക്കമിനി എന്ന ഗ്രീക്ക് വാക്കിനെ Oikoumenia, the Greek word. എക്കുമെനിക്കൽ എന്ന് വിവർത്തനം ചെയ്തു. From there, interpret ecumenical. ഇന്ന് എക്കുമെനിക്കൽ പ്രസ്ഥാനം വന്നിട്ട് Today, ecumenical religion has come. വേൾഡ് ക്രിസ്ത്യൻ കൗൺസിൽ നിലവിൽ വന്നു. World Christian Council came into being. ഏതാണ്ട് 345 സഭകൾ ഒന്നായി ചേർന്നു. Nearly 345 churches are united there. 500 മില്യൺ ജനങ്ങൾ അതിന്റെ പിന്നിൽ അണിനിരന്നിരിക്കുകയാണ്. More than 500 million people are following the same. സാൻ ഫ്രാൻസിസ്കോയിലെ എപ്പിസ്കോപ്പൽ ബിഷപ്പായിരിക്കുന്ന വില്യം സിംഗ് William Singh, Episcopal Bishop of San Francisco. തന്റെ നേതൃത്വത്തിൽ ഒരു മുഴുലോക പര്യടനം നടത്തി. Under his captaincy, he made a visit to the whole world. എല്ലാ മതങ്ങളും സന്ദർശിച്ചു. He visited all the religions. എല്ലാവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ താൻ ചെയ്തു. He did the rituals, worships of all the religions. എന്നിട്ട് താൻ വന്ന് പറഞ്ഞു, He said thereafter, എല്ലാ മതങ്ങളും ഒന്നാണ്, all religions are the same. എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെയാണ്. All gods remain the same. യുണൈറ്റഡ് റിലീജിയസ് ഇനിഷ്യേറ്റീവ് URI എന്നൊരു സംഘടന രൂപീകരിച്ചു. United Religious Initiative, an organization has been formed. കർത്താവ് യേശുക്രിസ്തുവിന്റെ കാൽവറിയിൽ രക്തത്തിന്റെ വില മറന്നിട്ട് Forgetting the praise of the blood Lord Jesus Christ on the cross of Calvary. ഒരു മതാന്തര ഏകീകരണം നടക്കുന്നത് കാണുമ്പോൾ On seeing the unification of all the religions, അത് യാദൃശ്യമാണെന്ന് ചിന്തിക്കുക. it is not accidental. 1997 1997, കാന്റർബറി ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തില് under the captaincy of Archbishop Canterbury, ഒരു സർവ്വമത സമ്മേളനം നടക്കുവാനിടയായി. all religious meeting was convened there. വിശാലമായ ഒരു ഹാള്. A wide hall. ആ യോഗം ആരംഭിച്ചപ്പോൾ When the meeting was started, ലൈറ്റ് എല്ലാം അണച്ചു. lights were put off. മേശപ്പുറത്ത് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചു. The candle was lit on the table. എല്ലാ മതത്തിലുള്ളവരും People of all religions ആ മെഴുകുതിരിയെ ധ്യാനിച്ച് അവനവന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. meditated on the candle, prayed to the respective gods. പ്രിയ സഹോദരി സഹോദരന്മാരെ, Beloved brothers and sisters, എന്താണ് ക്രിസ്തുവിന്റെ സഭ? what is the church of the Christ? കർത്താവിനോടുള്ള ഏകാഗ്രതയിലും നിർമ്മലതയിലും മാത്രം ജീവിക്കേണ്ടവൾ. You have to lead a life in the simplicity and chase it in Christ Jesus alone. മറിച്ച് ലോകത്തുള്ള എല്ലാ മതങ്ങളും ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. On the counter-side, there is a system in which all the other religions in the world are getting unified, maintaining a life. ആ വ്യവസ്ഥയ്ക്ക് തിരുവെടുത്ത് ഒരു പേര് പറഞ്ഞിട്ടുണ്ട്. The Bible gives a name to the system. മഹദിയ ബാബിലോൺ. That is Babylon Great. മർമ്മ മഹദിയാം ബാബിലോൺ. Mystery, Babylon the Great. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Fellow brothers and sisters, listening to me, തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, Word of God says, അവളുടെ ബാധകളെ വിട്ട് നിങ്ങൾ ഓടി രക്ഷപ്പെട്ടുകൊള്ളുവീൻ. keep off from the clutches and save yourself. ആ ചതിക്കുഴിയിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുതേ. Be not into the quagmire. ക്രിസ്തുവിന്റെ തിരുസഭ
ദൈവസഭ നിർമ്മല കന്യകയാണ്. Church of God is a chaste virgin. അവൾ ക്രിസ്തുവിനുള്ള ഏകാഗ്രതയിൽ മാത്രം ജീവിക്കേണ്ടവളാണ്. She's maintaining in the chastity of Christ. അവർക്ക് വേണ്ടിയാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മടങ്ങി For her alone, Lord Jesus Christ is coming again. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരൻ, Therefore, beloved sisters, listening to me, തിരുവെടുത്ത് പ്രകാരം വിളിച്ചു പറയുകയാണ്, word of God proclaims, അന്ത്യകാലത്ത് ക്രൈസ്തവ മതത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? during the last days, what shall be the state of Christianity? ക്രിസ്ത്യാനിറ്റിയിൽ അധർമ്മം പെരുകുവാനിടയെത്തിയിരുന്നു. Iniquity is going to mount up. മനുഷ്യന്റെ ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോകും. Love of God is going to decline. ദൈവത്തിലുള്ള വിശ്വാസം മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകും. Faith in God is going to feeble. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് When the Son of Man appears, can he find faith among men? കർത്താവിന്റെ മടങ്ങി വരവനെവരെയും ചോദ്യം ചെയ്യുന്ന തലമുറകൾ എഴുന്നേറ്റ് വരും. There are generations who are questioning the coming of the Lord till his second advent. ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെയും കാണുമ്പോൾ, On seeing all the events of this present world, ഇവിടുത്തെ രാഷ്ട്രീയ അസ്ഥിരതകള്, the political instability, സാമ്പത്തിക പ്രതിസന്ധി, financial crisis, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, change of climatic status, ആത്മീയ രംഗത്തുണ്ടാകുന്ന ധ്രുവീകരണങ്ങൾ, civil problems and polarization. ഇതൊക്കെയും കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, On witness all these things, what you have to comprehend, നമ്മുടെ കർത്താവിന്റെ വരവിനോട് നമ്മൾ അടുത്തിരിക്കും. you are drawing closer to the coming of the Lord. ലോകം എതിർ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. World is preparing to welcome Antichrist. ദൈവത്തിന്റെ സഭയെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. Church of God, we have got a responsibility. കള്ളൻ വരുന്നത് പോലെ കർത്താവ് യേശു ക്രിസ്തു കടന്നു വരും. Like the thief comes, Jesus is going to come. നിനയാത്ത നാടിയിൽ അവന്റെ നിക്ഷേപങ്ങളെ ചേർക്കുവാൻ, In hunting watch to gather his treasure. തന്റെ സഭ തന്റെ മണവാട്ടി തന്നെത്താൻ ഒരുക്കിക്കൊണ്ടേയിരിക്കുക. His church, his bride is preparing herself. അപ്പോൾ തന്നെ സ്വർഗത്തിൽ വലിയൊരു ഒരുക്കം നടക്കുകയാണ്. Meanwhile in heaven, there's a great preparation is underway. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, Lord Jesus Christ says, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. I go to prepare a place for you. ഞാൻ പോയി ആ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ Once the place is prepared for you, ഞാൻ വരും, I will come നിങ്ങൾ again. എന്റെ അടുക്കൽ ചേർത്തുകൊണ്ട് പോകും. I'll gather you unto നമ്മുടെ- myself. നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി നിവാസം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. Our Lord is preparing a mansion in heaven for us. ഇന്ന് രാത്രി എത്ര നമുക്കുള്ള ഹൃദയം അതിനു വേണ്ടി ദാഹിക്കുന്നുണ്ട്. Tonight, how many are thirsty for the same? പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. New Jerusalem, the holy city, is being prepared in heaven for us. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന സകലരും ഇവിടെ കാണപ്പെടും. Whomsoever is found written in the name of the book of the Lamb, he Yeah. shall be found ഈ there. രാത്രി മെസ്സേജ് അവസാനിപ്പിക്കും മുമ്പ് Tonight, before the end of the message, ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഒരു ചോദ്യം നിങ്ങളോട് let ചോദിക്കട്ടെ. me ask you a question. ലോകത്ത് പലയിടത്തും നിങ്ങളുടെ പേരുകൾ ഉണ്ടായിരിക്കാം. Sometimes your name may be in different parts of the world. നിങ്ങളുടെ പേരിൽ ആധാർ കാർഡ് ഉണ്ടായിരിക്കും. There may be Aadhaar card in your name. പാൻ കാർഡിൽ നിങ്ങളുടെ There may പേരുണ്ടായിരിക്കും. be PAN card in your name. ATM കാർഡിൽ There may പേരുണ്ടായിരിക്കും. be ATM card in your name. റേഷൻ കാർഡിൽ There may പേരുണ്ടായിരിക്കാം. be ration card in your name. വില്ലേജ് ഓഫീസിൽ There പേരുണ്ടായിരിക്കാം. may be registered village office. കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും In ഉണ്ടായിരിക്കാം. corporate municipality, your name may be registered. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ടോ? Has your name be written in heaven? നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ടോ? Has your name be written in heaven? ഒരിക്കൽ കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, Once the Lord Jesus Christ he told his ഭൂതങ്ങൾ നിങ്ങൾക്ക് disciples, കീഴടങ്ങുന്നതിലല്ല, it is not the demons are subdued. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രയും സന്തോഷിക്കും. Rejoice as the names are written in heaven. നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെട്ടിട്ട് Our Lord shall appear in the mid sky. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവരുടെ പേരുകൾ വിളിക്കും. He is going to call out the names of the people whose names are written in the book of the Lamb. അന്ന് കല്ലറകളിലുള്ളവരൊക്കെയും അവന്റെ ശബ്ദം കേൾക്കും. Then those who are in the sepulchre are going to hear his voice. ക്രിസ്തുവിൽ മരിച്ചവർ മരണനിദ്രയെ വിട്ട് ഉയർത്തെഴുന്നേൽക്കും. The dead guys are going to rise up from the death. ജീവനോടെ ശേഷിക്കുന്ന നമ്മള് Those who remain alive, കണ്ണിമപ്പെടുന്ന രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കും. whether a tongue of an eye shall be transformed and taken to നമ്മെ heaven. സ്വീകരിപ്പാൻ പുതിയ യെരൂശലേം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. New Jerusalem is preparing to Yeah. welcome us. സ്വർഗം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. Heaven is preparing to receive us. ദൂതന്മാർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. Angels are preparing. കർത്താവ് യേശു ക്രിസ്തു Lord ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. Jesus Christ is preparing. അവനെ വിളിച്ചു പറഞ്ഞതാ ഞാൻ വേഗം വരുന്നുവെന്ന്. Jesus, behold, I come quickly. അതേസമയം എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, Beloved brothers and sisters listening to me, കീഴെ ഒരു പാതാളം ഒരുങ്ങുന്നുണ്ട്. below the hell is preparing. ആ യാഥാർത്ഥ്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. You must understand that truth as well. ഈ സത്യം നിന്റെ വരവിങ്കൽ നിന്നെ എതിരേൽക്കുവാൻ കീഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. That is coming and to welcome you. Hell is preparing.
അവരെല്ലാവരും നിന്റെ അടുക്കലോട്ട് വന്നിട്ട് ചോദിക്കും. All they shall come unto you and will ask, ഓ നീ ഞങ്ങളെ പോലെ ബലഹീനായി പോയി, Have you become feeble like us? നീ ഞങ്ങൾക്ക് സദൃശനായി തീർന്നു, Have you become like unto us? നിന്റെ ആഡംബരവും നിന്റെ വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകും. Your pomp of power, noise of wails have gone into hell. നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു, Underneath the worms are covered. കൃമികൾ നിനക്ക് പുതപ്പായിരിക്കും. Over you there shall be worms you are ഈ covered. സത്യത്തെ തള്ളിക്കളഞ്ഞിട്ട്, Disowning the truth, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം തള്ളിക്കളഞ്ഞിട്ട്, denying faith in Lord Jesus Christ, മാനസാന്തരത്തിന്റെ ഉപദേശം തള്ളിക്കളഞ്ഞിട്ട്, denying the truth of repentance, വിശ്വാസ സ്നാനത്തിന്റെ ഉപദേശം തള്ളിക്കളഞ്ഞിട്ട്, casting away the doctrine of water baptism, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തള്ളിക്കളഞ്ഞിട്ട്, discounting the anointing of the Holy Ghost, ദൈവസഭയുടെ വിശുദ്ധ ഉപദേശങ്ങളെ തള്ളിക്കളഞ്ഞിട്ട്, not bothering about the doctrines of the Holy Ghost. ഈ ലോകത്തിൽ പാപത്തിൽ ആഡംബരത്തിൽ സുഖിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ If you rejoice in the pomp and power of the world, ഒരു കീഴെ പാതാളം നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ട്. underneath hell is preparing for you. തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, Word of God proclaims, ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല അഹങ്കാരികളും പാതാളത്തിലേക്ക് പോകും. all the wicked people forgetting, haughty, they will go into this hell. പാപം ചെയ്യുന്നവൻ പാതാളത്തിന് ഇരയായി തീരും. The sinners shall go into hell. നിരാത്ര സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് ഉപദേശിക്കട്ടെ. With love, let me exhort you tonight. അടുത്ത മകളിൽ നിന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, Here and far away, beloved brethren, listening to the word of God നമ്മുടെ ഒരു tonight. വ്യക്തി പോലും പാതാളത്തിന് ഇരയായി തീരരുത്. None of us should go to hell. പിശാചുക്കൾ നമ്മെ നോക്കി സന്തോഷിക്കുവാനിടയാവരുത്. Devils should not rejoice over us. സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Heaven is being prepared for us. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, Let us close our eyes. മുഴങ്കാലുകളും അടയ്ക്കാം. Let us kneel down. കുറുവാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. Let us come back to the grace. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. Be ready to reach your Lord. ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, Therefore, beloved brothers and sisters, യഹോവ സിയോനെ പണിയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകും. the Lord shall build up his Zion appear in glory. ലോകത്തിന്റെ ലക്ഷണങ്ങളൊക്കെയും കാണുമ്പോഴേ, On seeing all the signs of the world, കാലത്തിന്റെ ഗതികൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, on see the course of the nature, നമുക്കൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കാം. we must understand the truth. നമ്മൾ അവസാന കാലഘട്ടത്തിൽ വന്നിരിക്കുക, We have come to the last season. നമ്മൾ അവസാന We have നിമിഷത്തിലെത്തിയിരിക്കുക. come to a fag moment. കള്ളൻ വരുന്നത് പോലെ യേശു കടന്നു വരും. Like a thief, the Jesus is coming. തന്റെ രക്തത്താൽ സമ്പാദിച്ച സഭയെ ചേർത്ത് കൊണ്ടുപോകുക, Not to go to the church, is won by his blood. തന്റെ വിലയേറിയ നിക്ഷേപങ്ങളെ ചേർത്ത് കൊണ്ടുപോകുക. We will gather his precious രാത്രി നീ offering. കേട്ട ദൈവത്തിന്റെ വചനം The word of God that is spoken you tonight. ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ശിക്ഷാവധിക്ക് ഏതുവായി തീരരുത്. There should not be instrumental for punishment in your life. ആകയാൽ പ്രത്യാശയുള്ള ദൈവമക്കളെ നമുക്ക് ഇവിടെ കണ്ണുകളാണ്, The people of God with their hope, let us close our eyes. മുഴങ്കാലുകളെ മടക്കിയാട്ടെ, Let us kneel down. നമ്മുടെ പ്രത്യാശയെ പുതുക്കിയാട്ടെ, Let us renew our hope. കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ ഒരുക്കി കൊടുത്താട്ടെ. Be ready to be raptured in the coming തന്റെ of the കാന്തയെ Lord. തന്നെ താൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. His wife is preparing herself. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി കൊടുക്കാം. Tonight is prepare our heart. കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. Let us surrender to listen to the voice of the temple of God. പ്രത്യാശയുള്ള ദൈവമക്കൾ പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ചാട്ടെ. Let the hope rejoice in the spirit. വായു തുറന്ന് ദൈവത്തോട് നിലവിളിച്ചാട്ടെ. Open your mouth and cry unto കർത്താവേ, God. ഞാൻ പാതാളത്തിനിരയായി തീരല്ലേ കർത്താവേ. Let us not be a victim to the hell. നരകാഗ്നിയിൽ ഞാൻ പോകുവാൻ ഇടയാവല്ലേ കർത്താവേ. I must not go to the hellish fire. സാത്താൻ എന്നെ നോക്കി സന്തോഷിക്കുവാൻ ഇടയാകല്ലേ കർത്താവേ. Oh Lord, devil must not rejoice over me. സ്വർഗ്ഗം എനിക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നല്ലോ. Heaven is prepared for me. എന്റെ യേശു മധ്യാകാശത്തിൽ കടന്നു വരുമ്പോൾ When Jesus comes upon the mid sky, ഒരുമപ്പെടുന്നതിൽ ഞാൻ കടന്നു പോകും. I will be taken up to hell. ഞാൻ യേശുവിന്റെ അടുക്കൽ ചെന്ന് ചേരും. I reach the presence of my Jesus. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. Be ready to meet your നിന്റെ God. ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. Be ready to meet your നിന്റെ God. ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. Prepare to meet your God. എന്റെ യേശു വെളിപ്പെടാറാ, എന്റെ ക്ലേശം തീർന്നിടറാ, എന്റെ ആശ നിറവേറുമേ, പ്രിയൻ കൂടെ വാണിടവേ, എന്റെ ആശ നിറവേറുമേ, പ്രിയൻ കൂടെ വാണിടവേ, എന്റെ യേശു വെളിപ്പെടാറാ, എന്റെ ക്ലേശം തീർന്നിടറാ, എന്റെ ആശ നിറവേറുമേ, പ്രിയൻ കൂടെ വാണിടവേ, എന്റെ ആശ നിറവേറുമേ, പ്രിയൻ കൂടെ വാണിടവേ, എന്റെ യേശു വെളിപ്പെടാറാ, എന്റെ ക്ലേശം തീർന്നിടറാ, എന്റെ ആശ നിറവേറുമേ, പ്രിയൻ കൂടെ വാണിടവേ, എന്റെ ആശ നിറവേറുമേ, പ്രിയൻ കൂടെ
എന്റെ യേശു വെളിപ്പെടാൻ, എന്റെ ക്ലേശം തീർന്നിടാൻ, എന്റെ ആശ നിറവേറുമേ, പ്രിയൻ കൂടെ വാണിടമേ, 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 എന്റെ ആശ നിറവേറുമേ, പ്രിയൻ കൂടെ വാണിടമേ. ഹല്ലേലൂയ ഹല്ലേലൂയ.